പല സുഹൃത്തുക്കളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് വളരെ എന്താ പറയുക ആകുല ചിത്തർ എന്നൊക്കെ പറയുമല്ലോ, നമ്മളിങ്ങനെ വളരെ സംഘർഷഭരിതമായ അവസ്ഥയിൽ ചിലർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും എക്സിറ്റ് പോൾ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ബുദ്ധിജീവികളായ പല സുഹൃത്തുക്കളും അങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ള രീതിയിൽ ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ എന്താവും നാളത്തെ പുലരി എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഭീതിയോട് കൂടിയിട്ട് നിൽക്കുക. അപ്പോൾ അതിൽ എന്നെ വിളിച്ച 1-2 സുഹൃത്തുക്കൾ ഒരാളാണ് ദാമോദർ പ്രസാദ്. കാരണം നിങ്ങൾ ഭയങ്കരം ഈ പറഞ്ഞ ആകുല അവസ്ഥയിലായിരുന്നു ഇല്ലേ? എക്സിറ്റ് പോൾ വന്നപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നുള്ള ഒരു പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ല, എക്സിറ്റ് പോൾ വന്ന സമയത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്ത് സാധനം നമ്മളിപ്പോൾ ഒരു ടൗൺ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ സുഹൃത്തിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു ഒരു ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല സുഹൃത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ. പെട്ടെന്ന് നിങ്ങളൊരു സൈലൻസർ കൂട്ടിയ ബൈക്ക് പോവില്ലേ, അപ്പോൾ നമ്മുടെ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അതുപോലെ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു പറയാം. പക്ഷേ അതിലപ്പുറം അത് സസ്റ്റെയിൻ ചെയ്യുന്നല്ലോ. പക്ഷേ നമ്മളൊരു സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മൾ എത്ര കാലങ്ങൾക്ക് കാണുന്ന സുഹൃത്തിനെ. അപ്പോഴാണ് ഇതിനൊക്കെ എല്ലാവരും നമുക്ക് ഉണ്ടാവുന്നത്. പെട്ടെന്നൊരു സൈലൻസർ കൂട്ടി ബൈക്കുകളില്ലേ പെട്ടാന്ന് ശബ്ദം ഉണ്ടാക്കി പോണത്, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു സത്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് സസ്റ്റെയിൻ. പക്ഷേ അപ്പോഴേക്കും നമുക്ക് തോന്നി യുവകേന്ദ്ര യാദവിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ഇത് കാര്യം. നമ്മൾ കാണുന്നതും അവസാന ഘട്ടങ്ങളുണ്ടായ പൊതുവിലയിരുത്തലുകൾ പോലെയല്ല ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊരു കളി നടന്നിരുന്നോ അല്ലെങ്കിൽ എന്തോ ഒരു താല്പര്യം ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഈ ഇതിലായിരിക്കില്ല ഭവിക്കുക. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല പക്ഷേ ഉണ്ടായ കാര്യം. ഉത്തർപ്രദേശ് എന്നല്ല, അപ്പോഴും ഈ കർണാടകം അങ്ങനെ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ സമയത്ത് ശരിക്കും രാഷ്ട്രീയ ബുദ്ധിജീവികൾ എന്ന് പറയും, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരു പൊതു ഇതായിട്ട് പറയല്ല. നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ആഴത്തിലൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരും ഇങ്ങനെയായിപ്പോയാൽ ഇന്ത്യ ആപത്തിലേക്ക് പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ടല്ലോ. പ്രത്യേകിച്ചും ഇടതുപക്ഷം എന്നൊക്കെ വിശാല ഇടതുപക്ഷം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതികളിൽ. അപ്പോൾ അവർക്ക് ഈ പല പ്രതിസന്ധികളുണ്ടായിരുന്നു. ആദ്യം ഈ വോട്ടിംഗ് മെഷീനെ ഭയങ്കര സംശയമായിരുന്നു. കാരണം വോട്ടിംഗ് മെഷീൻ എന്തായാലും BJP പിടിച്ചുകൊണ്ട് പോയിട്ട് കംപ്ലീറ്റ് വോട്ട് മാറ്റിക്കളയോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് തിരിച്ചു വന്നു. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ മാറി വന്നപ്പോൾ ഏതായാലും അങ്ങനെയല്ല, ഹരിയാന അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു മാറ്റം വരും. ഉത്തർപ്രദേശ് ഒന്നും അന്നേരവും കാണുന്നില്ല, ഇടതുപക്ഷ ബുദ്ധിജീവി തീരെ കാണാൻ പറ്റുന്നില്ല ഉത്തർപ്രദേശിനെ. ഇടതുപക്ഷ ബുദ്ധിജീവി കാണുന്ന കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെക്കുറിച്ച് മാത്രമാണ്. പക്ഷെ അങ്ങനെ വന്നു, അങ്ങനെ ആകെ ഒരു പ്രതിസന്ധിയൊക്കെ രൂപപ്പെട്ട് വന്ന് എന്തായാലും പിന്നെ മോഡി വരുമായിരിക്കും എന്നൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ അത്ര ഭൂരിപക്ഷം ഉണ്ടാവില്ല, ചെറിയ ഭൂരിപക്ഷം. അന്നേരമാണ് ഈ എക്സിറ്റ് പോൾ ഭയങ്കരമായ ഒരു വേവ് പ്രവചിക്കുന്നത്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ ബുദ്ധിജീവിൻ്റെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് അതിൽ കുറേ ആത്മാർത്ഥമായ ഒരു എന്താ പറയുക സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാക്കുന്ന ഘടകങ്ങളുണ്ട്. അതെങ്ങനെ ഒരു ഇത്തരം രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മളെ ടെലിവിഷനിൽ കാണിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനല്ല, നമ്മൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഭയങ്കരമായ മാനസിക പ്രതിസന്ധി വരുന്നു? അല്ല, നമ്മുടെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഈ 2024 തെരഞ്ഞെടുപ്പ് ഒരു നിർണായക തെരഞ്ഞെടുപ്പായിരുന്നു. എന്ത് തന്നെയാണ് സംശയമില്ല. കാര്യം നമ്മൾ പ്രത്യേകിച്ച് പ്രചരണത്തിൻ്റെ കാലഘട്ടം മാത്രം നോക്കിയാൽ മതി. കാര്യം നമ്മൾ ആദ്യത്തെ 2 സ്റ്റേജ് കഴിയുമ്പോഴേക്കും പ്രചരണ സ്വഭാവം മാറുകയും തികച്ചും വിഷലിപ്തമായ വെറുപ്പ് മാത്രം, അത് ആരിൽ നിന്നാണ് വരുന്നത്? പ്രധാനമന്ത്രിയിൽ തന്നെ വരുന്നു. തരത്തിലൊരു വലിയ തോതിലൊരു ആശങ്ക. അത് ഇടതുപക്ഷ ബുദ്ധികളെ മാത്രമല്ല, നമ്മുടെ സിവിൽ സമൂഹത്തിലും നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ സമൂഹത്തിലും ജനാധിപത്യത്തിലും പ്രതീക്ഷ പുലർത്തുന്ന ആരിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു. കാര്യം ആ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു പ്രസ്താവനയുടെ സ്വഭാവം. അപ്പോൾ തന്നെ ഒരു കൗണ്ടറായിട്ടുള്ള നെഗറ്റീവ് നിലയ്ക്കാണ് പല ആൾക്കാരും. അതിൽ പ്രധാനമായിട്ടും എനിക്ക് ധ്രുവ് റാട്ടിയാണെങ്കിൽ മറ്റു പല ആൾക്കാരും യോഗേന്ദ്ര യാദവൊക്കെ പറയുന്നൊരു കാര്യം അതല്ല വിധി. കാര്യം ഇത് ഇങ്ങനെ പിച്ച് ചെയ്യാനുള്ള കാരണം ഇലക്ഷനിൽ വരുന്ന മാറ്റം തിരിച്ചറിയുകയും അടിയൊഴുക്കുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുന്നു. യോഗേന്ദ്ര തുടക്കത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. ഉത്തർപ്രദേശിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് അയാൾ ക്ലിനിക്കൽ പെർസെപ്ഷനാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മളെങ്ങനെയാണ് എൻ്റെ എങ്ങനെയാണ് ഉരുതിരിഞ്ഞ് വരുന്നതിനെക്കുറിച്ച് നമുക്ക് ഇതുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അത്തരമൊരു ആശങ്ക നിലനിന്നിരുന്നു. അപ്പോൾ അത് ജനാധിപത്യത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ ഇത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ തിരിച്ചുവരവോ അല്ലെങ്കിൽ നരേന്ദ്രമോദി തിരിച്ചുവരവോ മാത്രമല്ല, ഏതൊരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഏതൊരു പ്രചരണമാണോ ഈ പ്രചരണത്തെ ഉപയോഗിച്ചത് അതിനെ സാധൂകരിക്കുന്ന സംഭവമായി മാറും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രചരണത്തിൽ സൃഷ്ടിച്ചിരുന്നുണ്ട്. അതേസമയം വികസന കാര്യങ്ങൾ മാത്രം കഴിച്ചാൽ ഒരുപക്ഷെ നമുക്ക് അത്ര വലിയൊരു മാനസിക പ്രശ്നം ഉണ്ടാവണമെന്നില്ല. അത് സിവിൽ സമൂഹത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതൊരു ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാവണമെന്നില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികളാണെന്നില്ല, ഇടതുപക്ഷ ലൈൻ ചിന്തിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. കാര്യം അത്രമാത്രം ഈ നമ്മളുടെ തെരഞ്ഞെടുപ്പ് അനുഭവത്തിൽ ഇങ്ങനെ സാധനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ദേശീയ തെരഞ്ഞെടുപ്പിന് മാറുന്ന വിധത്തിൽ കാര്യം മുസ്ലിം വിരുദ്ധ, ഇസ്ലാമോഫോബിയ ഇതൊക്കെ പ്രകടമായ രീതിയിൽ ഒരു ക്യാമ്പയിൻ പോയിന്റായി മാറുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു ഭയാശങ്ക ഏതൊരു മനുഷ്യനുണ്ടാവും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മറ്റു മനുഷ്യൻ സ്നേഹിക്കുന്ന ആർക്കും ഉണ്ടാവുന്നൊരു കാര്യമാണ്. അതിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്താ പറയുക, വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ വലിയ ആശ്വാസകര മാറ്റം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തന്നെ ബുൾഡോസർ വീടുകൾ തകർന്ന സ്ഥലത്ത് തന്നെ വലിയ ശക്തിയായ പ്രതിഷേധം ഉണ്ടായി അതിൻ്റെ റിസൾട്ട് ഉണ്ടായപ്പോൾ അത് മാത്രമല്ല ഈ ഇലക്ഷൻ്റെ
കൗണ്ടിങ് ദിവസം തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 4 ലക്ഷത്തിൽ വോട്ടിൽ ജയിച്ച സ്ഥലം, 4.25 ലക്ഷത്തിൽ വോട്ടിൽ വാരണാസി പോലെ മണ്ഡലം, ഗ്യാൻവാബിക്ക് നിൽക്കുന്ന മണ്ഡലത്തിൽ നരേന്ദ്രമോദി വൻ ഭൂരിപക്ഷം തിരിച്ചു വരുന്നതിനാണ് അവരും വിചാരിച്ചിട്ടുള്ളത്, BJP വിചാരിച്ചിട്ടുള്ളത്, മോഡി വിചാരിച്ചിട്ടുള്ളത്, അതുപോലെ ആൾക്കാർ. അവിടെ ഒരു ഘട്ടത്തിൽ ട്രെയിൽ ചെയ്യാന്നുള്ള വാർത്ത ലോകം മുഴുവൻ പോയ വാർത്തയാണ്, ലോകം മുഴുവൻ സ്തുതിച്ച വാർത്തയാണ്. കാര്യം പ്രധാനമന്ത്രി ട്രെയിൽ ചെയ്യാന്നുള്ള ഒരിക്കലും 400 സീറ്റിൽ നിന്ന് സ്വന്തം മണ്ഡലത്തിന് ട്രെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒരു ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവുന്ന ഒരു കാര്യമാണത്. അത് ആശ്വാസമാണ്. ജനാധിപത്യത്തിൽ എപ്പോഴും ഒരു ചലനാത്മകമായ ഘടകങ്ങളും പോസിറ്റീവ് ഘടകങ്ങളും മനസ്സിലാക്കേണ്ടി വരുന്നു എന്നെനിക്ക് തോന്നിയത്. നമ്മൾ ഈ വേറൊരു കാര്യം കൂടി തോന്നിയിട്ടുള്ളത്, ഇപ്പം നമ്മളെപ്പോൾ സംസാരിക്കുമ്പോഴും ദക്ഷിണേന്ത്യ കുറച്ചുകൂടെ ഒരു ആൻറ്റി കൗബെൽറ്റ് ഒരു ബുദ്ധിയും അങ്ങനെയുള്ള ഒരു വിചാരങ്ങളൊക്കെയുള്ള വളരെ കുറച്ചും കൂടി മറ്റതൊക്കെ ഒരു കാലിമേച്ച് നടക്കുന്ന സാധാരണ മനുഷ്യർ, ഹിന്ദു വർഗീയവാദികളുടെ ഒരു സ്ഥലം. അവരെപ്പോഴും എന്തായാലും മോഡിക്ക് അനുകൂലമായിട്ടേ വരൂ, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് അനുകൂലമായിട്ടേ വോട്ട് ചെയ്യൂ എന്നുള്ള ഒരു നേരത്തെയുള്ള ഒരു ബോധം നമ്മൾ മലയാളി എന്താ പറയുക വലിയ സമൂഹം, ഇടതുപക്ഷ ചായ്വുള്ള സമൂഹത്തിനുണ്ട്. അപ്പോൾ നമ്മളിപ്പം പ്രതീക്ഷിക്കുന്നത് കേരളം മാറും, കേരളം എന്തായാലും മോഡി വിരുദ്ധമായിട്ട് നിൽക്കും, ഉറപ്പായിട്ടും പിന്നെ തമിഴ്നാട് നിൽക്കും, പിന്നെ കർണാടകത്തിലും ഈ ഒരു ദ്രവീഡിയൻ ബോധമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്, BJP വിരുദ്ധ സാധനമുണ്ട്. അങ്ങനെ നമ്മളെപ്പോഴും ഒരു ദക്ഷിണേന്ത്യ എന്നുള്ള ഒരു പ്രതിഭാസം വേറൊരു പ്രതിഭാസമാണ്. അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ എപ്പോഴും ഉള്ളത്. കാരണം ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു വർഗീയമായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു ബുൾഡോസിങ് നടക്കാതിരിക്കാൻ കാരണമാവുക എപ്പോഴും സൗത്ത് ഇന്ത്യ ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ നല്ല ഒരു റിസൾട്ട് വരും. നല്ല റിസൾട്ട്, നല്ലൊരു വിമർശിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള തിരുത്തുന്ന ഒരു റിസൾട്ടായിട്ട് എന്തെന്നുള്ളത് നമുക്ക് ഇപ്പം പറയാൻ പറ്റാത്ത രീതിയിൽ, വിശകലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ മലയാളിയുടെ ഈ വിശ്വാസം ഉണ്ടല്ലോ, പലപ്പോഴും ഇങ്ങനെ പഴകിയിട്ടുള്ളൊരു വിശ്വാസം, അതിനെപ്പറ്റി എന്താ തോന്നുന്നു? അത് കമൽറാം ഈ ഇൻ്റർവ്യൂയെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ രാവിലെ എടുത്തു നോക്കിയൊരു കാര്യം, ഈ അടിയന്തരാവസ്ഥ റിസൾട്ട് എങ്ങനെയായിരുന്നുള്ള അടിയന്തരാവസ്ഥ 77 ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ അത്രമാത്രം നേരിട്ട് സഞ്ജയ് ഗാന്ധിയിൽ ആഘാതം ഉണ്ടായിരിക്കില്ല, പക്ഷേ ഉത്തരേന്ത്യ ബാധിച്ചു. പക്ഷേ നമ്മൾ നോക്കുമ്പോഴും ദക്ഷിണേന്ത്യ നിലയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം നിൽക്കുക ചെയ്തത്, ദക്ഷിണേന്ത്യ കർണാടകം അന്ന് ഇന്ദിരാഗാന്ധിയോട് നിൽക്കുകയാണ് ചെയ്തത് 77. പക്ഷേ ഉത്തർപ്രദേശും ആ ഹിന്ദി കൗബെൽറ്റ് എല്ലാവരും ഇരുന്നു, പക്ഷേ ഉത്തർപ്രദേശാണ് അതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് കൊടുത്തത്. അപ്പോൾ ജനാധിപത്യത്തോട് ആ നിലയിൽ നിൽക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കർഷക സമരമൊക്കെ നോക്കുന്നതിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നതിൻ്റെ ഈ പറയുന്ന പ്രദേശങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വലിയ സാക്ഷരത, ഇടതുപക്ഷ ചിന്ത അല്ലെങ്കിൽ ഇടതുപക്ഷ ബോധമാവും, അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു മറ്റു തരത്തിലുള്ള ഒരു ജീവിതത്തോടും. അവിടെ മാത്രമല്ല ഈ പറഞ്ഞ കക്ഷികളൊന്നുമില്ല. അതായത് രാവിലെ തന്നെ നമ്മുടെ നല്ല സാലറീഡ് ആയിട്ടുള്ള എന്താ പറയുക ഓൺലൈൻ സിക്കാറിയോസ്, വെടിയേറ്റ് മരിക്കാനും വെടിവെച്ച് കൊല്ലാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിൽ. ഇല്ല, അതിൻ്റെ മാത്രം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും മോശം ഈ ഇലക്ഷൻ തുടങ്ങിയപ്പോൾ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചകളൊക്കെ സമയത്ത് അയോധ്യയിൽ ഒരു ദളിത് കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചന്ദ്രശേഖർ ആസാദ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ആരും റിപ്പോർട്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ആഗ്ര എന്ന മണ്ഡലത്തിൽ പോലെ 5 ദളിത് സ്ഥാനാർത്ഥികൾ മറ്റേ റിസർവ്ഡ് അല്ലാത്ത മണ്ഡലത്തിൽ, കേരളത്തിൽ ഇപ്പോൾ CPM-ഓ കോൺഗ്രസോ ചെയ്യാത്ത കാര്യമാണ്, റിസർവ്ഡ് അല്ലാത്ത മണ്ഡലത്തിൽ ദളിത് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരാൾ റിപ്പോർട്ടർക്കാർ ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ വലിയ മാറ്റങ്ങളോടെ നടക്കുന്നത്. നമ്മൾ ആകെ അറിഞ്ഞൊരു കാര്യം, അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത യോഗത്തിൽ ആൾക്കാരുള്ള അത് മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അത് വെച്ച് ആൾക്കാർ പലതും പറഞ്ഞിരുന്നു, അല്ലാതെ കവിഞ്ഞ് ഇവിടെ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ടെന്നും ഇത്രയിലാണ് ഇങ്ങനെയാണ് കാൻഡിഡേറ്റ് എന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന കാര്യം കർണാടകം ഭയങ്കരമാണെന്ന്, കർണാടക റിസൾട്ട് ഉണ്ടാക്കും. കേരളത്തിൽ എങ്ങനെയാണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും റിസൾട്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണെന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചർച്ച ഉണ്ടായിരുന്നു. അല്ല, മാത്രമല്ല CPM-മാർക്ക് മാത്രമേ അതിൻ്റെ അതൊരു ക്രൈസിസ്. അതെ, അത്രേ ഉള്ളൂ. അല്ലാത്ത ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ തന്നെ, പിന്നെ BJP-ക്ക് അതെ അതുണ്ടായിരുന്നു ആ പോലെ. പക്ഷെ കർണാടക കുറിച്ച് വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നു കർണാടക. പിന്നെ DMK അതിൽ എന്തായാലും അവരുടെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നതിനെ കുറിച്ച് പ്രതീക്ഷിച്ചു. പക്ഷെ കൂടുതലും പ്രതീക്ഷിച്ചത് നമ്മൾ ഈ കർണാടക. പക്ഷേ കർണാടക റിസൾട്ട് ഉണ്ടാക്കിയില്ല. നമ്മൾ അവസാനം ഈ എക്സിറ്റ് പോളിന് ശേഷം ഉണ്ടായ ചർച്ച ശ്രദ്ധിക്കുകയാണ്. എക്സിറ്റ് പോളിന് നമ്മൾ വ്യക്തിയുടെ അനുഭവം. എക്സിറ്റ് പോളിന് ശേഷം ഉണ്ടായ ചർച്ച ഉത്തർപ്രദേശെ കുറിച്ചല്ല, ഈദിന കർണാടകത്തിൽ എന്ത് പറഞ്ഞു, ഈ എക്സിറ്റ് പോളിന് വ്യത്യസ്തം ഈദിന് എന്ത് റിപ്പോർട്ട് ചെയ്തു, ഈദിന് എത്ര സീറ്റ് എന്നാണ് കർണാടകയെ നോക്കുന്നത്. അതുപോലെ മഹാരാഷ്ട്രയും അവിടേക്ക് മഹാരാഷ്ട്ര റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ ഉത്തർപ്രദേശ് വലിയ പിക്ചറിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ 77 പോലെ തന്നെ ഇതിന് ഒരു ധാർമ്മികത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അത് കണക്കിൻ്റെ ഒന്നും അടിസ്ഥാനത്തില്ല, ധാർമ്മികത. കാര്യം സ്വേച്ഛാധിപത്യത്തിനും അതുപോലുള്ള ഭരണഘടന മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ അടിസ്ഥാന ജനത പ്രതികരിക്കുന്നുള്ളത് ഇപ്പോഴും ഉത്തർപ്രദേശ് പോലെ സ്ഥലമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ക്യാമ്പയിൻ കുറച്ചുകൂടി വിലവായിരുന്നു. രാജസ്ഥാനം പ്രതികരിച്ചു ആ നിലയിൽ, പിന്നെ ചിലപ്പോൾ മധ്യപ്രദേശും പ്രതികരിക്കുമായിരുന്നു ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു. കാര്യം ആ രീതിയിൽ ഒരു വലിയ ക്യാമ്പയിൻ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയും അത്ര തരത്തിലൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഉത്തർപ്രദേശ് അഖിലേഷ് യാദവ് നടത്തിയ വലിയൊരു ക്യാമ്പയിൻ, അതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ്. പിന്നെ നമ്മൾ കാണുന്ന അമേത്തിയിലും റായ്ബറയിലും ഉണ്ടായ റിസൾട്ട്, അവിടെ നിന്ന് ആരും പ്രതീക്ഷിച്ചു എനിക്ക് തോന്നുന്നില്ല. അമേത്തിയിൽ അപ്പോഴും ആൾക്കാർ സ്മൃതി ഇറാനി തിരിച്ചു വരും എന്നൊക്കെ തോന്നുന്ന തോന്നലാണ് പലർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ കൊടുക്കുന്ന റിസൾട്ട് എന്ന് കാണിക്കുന്നത് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം
ഭരണഘടനയിൽ തൊടുന്നതിനെ കുറിച്ചൊരു സംശയമായിരുന്നു ജനങ്ങളുടെ. അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ ബാധിച്ചു എന്ന് തോന്നാനാണ്. അതുപോലെ ഈ ബുൾഡോസിങ് തുടങ്ങിയ ഈ എന്താ പറയുക യോഗി ആദിത്യനാഥ് ഗവൺമെൻറ് നടപടികൾക്കെതിരെ പ്രശ്നം. അപ്പോൾ വലിയ തോതിലൊരു എതിരഭിപ്രായം അവർ രേഖപ്പെടുത്തി. അത് പക്ഷേ ഇവിടെയും ഒരു കാര്യം ടേക്കൺ ഫോർ ഗ്രാൻഡ് എടുക്കണ്ടെന്ന് കൂടിയുണ്ട്. അത് പ്രതിപക്ഷത്തോടും പറയുന്നുണ്ട്, ടേക്കൺ ഫോർ ഗ്രാൻഡ് എടുക്കേണ്ട കാര്യം, തെറ്റായ നടപടി ഉണ്ടായാൽ ഞങ്ങൾ ഇതുപോലെ വേറെ രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ ഒരു സാധനം സന്ദേശം കൃത്യമായിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് നരേന്ദ്രമോദിക്കും എൻ ഡി എക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും ഉള്ള സന്ദേശം കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. അവിടെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. അവിടെ ഈ സാമ്പ്രദായികമായിട്ടുള്ള ഇടതുപക്ഷ വിശകലനങ്ങൾ അല്ലെങ്കിൽ ഈ ബുദ്ധിജീവി വിശകലനങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു വേറൊരു പാളിച്ചയും കൂടി നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ കാര്യം പറഞ്ഞു, അന്നെങ്ങനെ ഹിന്ദി ബെൽറ്റ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷം കാൺപൂരിൽ സുഭാഷിണി അലിയെ ജയിക്കുന്നത് തൊട്ടടുത്ത മണ്ഡലത്തിൽ. ഇപ്പം തന്നെ ഈ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഫൈസാബാദിൽ, അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ ഒരു ദളിത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നവപരീക്ഷണങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പൊതു ഇടതുപക്ഷ സംഘടന നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയിലുള്ള ഇടതുപക്ഷം തയ്യാറാവുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാമ്പ്രദായിക ഇടതുപക്ഷ സംഘടനകൾ ഇപ്പോഴും ആ ഒരു രാധാകൃഷ്ണൻ്റെ വിജയമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റൊരു സീറ്റിലേക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കുചിതമായ ചിന്ത പലപ്പോഴും ഇടതുപക്ഷവും പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് സംശയമില്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ രാധാകൃഷ്ണ പോലെ രാധാകൃഷ്ണ പോലെ കേരളത്തിൽ CPM-ൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുകയും തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയൊക്കെ ചെയ്യുകയും അതേസമയം തന്നെ രാഷ്ട്രീയ അതീതമായിട്ട് തന്നെ ഒരു ബഹുമാന്യതയുള്ള അല്ലെ ആദരവ് നേടിയിട്ടുള്ള രാധാകൃഷ്ണൻ പോലെ തൃശ്ശൂർ പോലെ മണ്ഡലത്തിൽ നിന്നാൽ ജയിക്കാനുള്ള സാധ്യത ഒരാളാണ്. റിസർവ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കേണ്ട ആളല്ല. തൃശ്ശൂർ പോലെ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി CPM-ന് തൃശ്ശൂർ എല്ലാ വലിയ ആദരവുള്ള ആളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ പോലല്ല, അതൊക്കെ യാഥാർത്ഥ്യമുള്ള പരീക്ഷണമായി പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ജയിക്കുന്നതാണ് ഉറപ്പുള്ള സ്ഥലങ്ങൾ പോലും മത്സരിപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് അടിസ്ഥാനമായിട്ട് ഈ സാമ്പ്രദായിക രാഷ്ട്രീയത്തിന് ജാതീയതാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പണിയെടുക്കാനോ അത്തരം ഒരു ബദൽ ആലോചിക്കാനോ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. അതേസമയം അഖിലേഷ് യാദവിനെ പോലെ അത് ഉത്തർപ്രദേശിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ സോഷ്യലിസ്റ്റുകൾ അത്തരം അന്വേഷണങ്ങൾക്ക് തയ്യാറായിരുന്നു. കാര്യം അവർക്ക് പുതിയ രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണം നടത്തുന്ന അവസരം കൂടിയായിട്ട് അവർ 24 തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അതിന് റിസൾട്ട് ഉണ്ടാക്കി. അത് നമ്മുടെ ആൾക്കാർ ചെയ്യില്ല. കാര്യം സാമ്പ്രദായികമായ രീതിയിൽ ചിന്ത, അത് കോൺഗ്രസും കേരളത്തിൽ വ്യത്യസ്തമല്ല. രാഷ്ട്രീയ ബോധത്തെക്കാളും ജാതിബോധം കുറച്ച് കൂടുതലുള്ള ജനതയല്ലേ നമ്മുടേത് കേരളത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു പരീക്ഷണത്തിന് ഇപ്പോൾ CPM മുതിർന്നാൽ ചിലപ്പം പരാജയപ്പെടുമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ പോലത്തെ ഒരു മണ്ഡലത്തിന് ഒരു പൊതുവേ നിങ്ങളവിടെയാണല്ലോ വോട്ട് ചെയ്തത് ഇപ്രാവശ്യം അല്ലേ, അവിടുത്തെ ഒരു സമ്മതിദായകനും കൂടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പുറത്തുനിന്ന് നോക്കുമ്പോഴേ, എനിക്കറിയില്ല, എനിക്ക് തൃശ്ശൂരിനെ പറ്റി അത്ര പഠിച്ചിട്ടില്ല ഞാൻ, എന്നാൽ പോലും തൃശ്ശൂരിനൊരു പൊതുവെ ഒരു സവർണ്ണ ആലങ്കാരികതകളൊക്കെ ഉള്ള ഒരു നഗരമായിട്ട് തോന്നുന്നു. അതിൻ്റെ ഒരു എല്ലാ ഇതും കാണും. അങ്ങനെയാണോ ശരിക്കും? അത് സാധ്യതയുണ്ട്. കാര്യം തൃശ്ശൂർ നഗരം എന്ന് വിളിക്കും, തൃശ്ശൂർ ടൗൺ, തൃശ്ശൂർ നിയോജക മണ്ഡലവും അതുപോലെ പാർലമെൻറ്റ് മണ്ഡലം തൃശ്ശൂർ ടൗൺ അത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ. കാര്യം അത് തൃപ്പയാറും നാട്ടികയും ഒല്ലൂരും കൊടുങ്ങല്ലൂരും വടക്കാഞ്ചേരിയൊക്കെ ചേരുമ്പോഴാണ് തൃശ്ശൂർ ലോക്സഭ മണ്ഡലമാവുന്നത്. തൃശ്ശൂർ ടൗണിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയും ലളിതാല അക്കാദമിയും സച്ചിദാനന്ദനെ പോലെ ആൾക്കാരെല്ലാം കണ്ടത്. അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഒരുപാട് ക്ഷേത്രമായി ബന്ധപ്പെട്ട് പല സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, RSN വലിയ താല്പര്യ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ നമുക്കറിയാം തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അവിടുത്തെ കമ്മിറ്റികളിൽ എന്താ പറയുക സവർണറില്ലാത്ത ആരും പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വ്യവസ്ഥ നിൽക്കുന്ന രാജ്യമാണ് അതുള്ളത്. അപ്പോൾ ആ സ്ഥലക്കാരും അങ്ങനെ സ്വഭാവം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് തൃശ്ശൂർ ടൗണിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ അവിടുത്തെ ഒരു ക്രൈസ്തവ ജനതയ്ക്കും ഈ സവർണ്ണ മൂല്യങ്ങളൊക്കെ വലിയൊരു സ്നേഹപ്രകടനമുള്ള ആൾക്കാർ, അവർക്ക് അതിനോട് ആനയുടെ ഉടമകൾ, പിന്നെ ആന ഉടമയാണ്, ബഹുമാന്യതയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനൊക്കെ അപ്പോൾ ആ നിലയിലൊരു അന്തരീക്ഷം അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ പക്ഷേ എന്നതുകൊണ്ട് ആ റിസൾട്ട് അതുപോലെയാണ്. ഇപ്പോൾ തൃശ്ശൂർ ML നിയോജകമണ്ഡലത്തിൽ വി രാഘവൻ ജയിച്ചൊരു ചരിത്രം നമുക്ക് നോക്കാം. വി രാഘവൻ ജയിച്ചു അപ്പോൾ കരുണാകരനെ തോൽപ്പിച്ചുകൊണ്ട്, കരുണാകരനോട് മറ്റൊരിക്കലും പ്രമാണത്തിലുള്ളതാണ്. പക്ഷേ വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും വി രാഘവൻ ജയിച്ചത്. അതുപോലെ രാധാകൃഷ്ണൻ ജയിക്കാൻ സാധ്യത മണ്ഡലമാണ്. കാര്യം തൃശ്ശൂർ ടൗണിലെ ആൾക്കാർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. തൃശ്ശൂർ നിയോജകം അതിനെക്കൊണ്ട് വിസ്തൃതമായിട്ട് സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ജയിക്കാനുള്ള സകല സാധ്യത. പോലെ ഗുരുവായൂർ തൃശ്ശൂർ ലോക്സഭ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് പരീക്ഷണം വരികയായിട്ട് തന്നെ. പിന്നെ ഇത്തരം ജാതീയതയും ജാതിബോധവും പ്രത്യേക ഫ്യൂഡൽ മനസ്ഥിതി അത് വേറെ പല രീതിയിലും പ്രകടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അത് എന്താ പറയുക, മിക്കവാറും രാഷ്ട്രീയ നേതൃത്വത്തിനെ കാണുന്നൊരു സാധനമാണത്. അതിന് ബദലായിട്ട് ഒരു അസർഷൻ കേരളത്തിൻ്റെ അകത്തുണ്ട്. അത് പരീക്ഷിക്കാൻ അടിസ്ഥാനമല്ല, നമ്മളൊരു ശ്രമം നടത്തിയാൽ മാത്രമേ വിജയിപ്പിക്കാൻ. പക്ഷേ അത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു മണ്ഡലമാണോ? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ ഒക്കെ കേസ് പറയുമ്പോൾ തൃശ്ശൂർ അങ്ങനെ പ്രദർശിപ്പിക്കാൻ ഒരു പരീക്ഷണം നടത്താൻ പറ്റിയ ഒരു മണ്ഡലമാണോ? കാരണം പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്, പിന്നെ തൃശ്ശൂരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുള്ള ഇപ്പം നവാബ് രാജേന്ദ്രൻ്റെ ജീവിതത്തെ എഴുതാൻ വേണ്ടി പലതവണ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചരിത്രപരമായ ഒരു നീതി, രാഷ്ട്രീയ നീതി കരുണാകരനെതിരായിട്ട് പ്രദർശിപ്പിച്ച ഒരു ജനസമൂഹം എന്നുള്ള രീതിയിലൊരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. അത് ഈ അരിസ്റ്റോക്രാറ്റുകളായിട്ടുള്ള പലരുമായിട്ടും ബന്ധപ്പെടുമ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഉള്ളിൽ ഈ ഈച്ചര വയറിനോടുള്ള സ്നേഹം, രാജനോടുള്ള ഒരു സ്നേഹം, ഇതൊക്കെ ഉള്ളിലുള്ള ജനാവിലിയാണ്. മാത്രമല്ല നവാബ് ആണെങ്കിൽ ആവുന്നത്ര രീതിയിൽ കരുണാകരൻ എന്നുള്ള ഒരു
ബിംബത്തിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അത് പിന്നെ മുരളിക്കെതിരെയും മുരളിയുടെ സഹോദരിക്കെതിരെയും ഒക്കെ മൂപ്പർ ആ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ എഴുതിയ ജീവചരിത്രത്തിൽ മൂപ്പർ പറയുന്നുണ്ട്, കാരണം പുത്രദുഃഖത്താൽ ഇല്ലാതാവും കരുണാകരൻ. അവസാനമൊക്കെ കരുണാകരൻ ഒരു വിജയം പോലും കാണാൻ പറ്റിയിട്ടില്ല മുരളിയുടെ. അപ്പം തൃശ്ശൂർ ജനതയ്ക്ക് തന്നെ കരുണാകരനോടും മുരളിയോടും ഉള്ളിലൊരു വൈകാരികമായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മുരളിയെ കൊണ്ടുവന്ന് നിർത്തുന്നതോട് കൂടിയിട്ട് എന്തായിരിക്കും മുരളിയും മുരളിയുടെ ആൾക്കാരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും വിചാരിക്കുന്നത്? കാരണം ഈ അഴീക്കോടൻ രാഘവൻ തൊട്ട് ഇങ്ങോട്ട് പിന്നെ തൃശ്ശൂരിൻ്റെ ടൗണിലൊക്കെയുള്ള ഒരു ചോരക്കറയുടെ ഒക്കെ ഒരു ചരിത്രം, അതായത് രാജൻ വരെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കും. കരുണാകരനും മുരളിയൊക്കെ അങ്ങ് പെട്ടെന്ന് മറന്നു പോകാൻ പറ്റുന്നൊരു സംഗതിയാണോ എന്നുള്ളത്. കാരണം ഇവിടെ മുരളി ജയിച്ചപ്പം, വടകര മുരളി ജയിച്ചപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ വടകര മണ്ഡലത്തിലെ വോട്ടറാണ്. കാരണം കക്കയം ക്യാമ്പ് വടകരയിലുള്ളതാണ്. അപ്പം അവിടെ മുരളി ജയിക്കും എന്നൊക്കെ പറയുമ്പോഴേ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഓർമ്മകളുടെ ഇല്ലായ്മ ഒക്കെ രൂപപ്പെടുന്നതായിട്ട്. പക്ഷെ ഇവിടെ മുരളി എന്നുള്ളതൊരു പ്രമേയമായില്ല ഇലക്ഷനിൽ, അല്ലേ? അത് ആ ഒരു സാഹചര്യം. തൃശ്ശൂർ ഇപ്പോൾ മുരളി വരുന്ന സാഹചര്യം വേറെയാണല്ലോ. മുരളി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ ഇപ്പോൾ ഷാഫി വടകരയിൽ മത്സരിപ്പിക്കണം, അങ്ങനെ പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പിൻ്റെ 24 അന്തരീക്ഷം കേരള സംസ്ഥാന സർക്കാരിനോടൊരു പ്രതിവിധി കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് ഈ ഒരു കാൻഡിഡേറ്റ് തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ പലരും ആരോപിക്കുന്ന പോലും ഒരുപക്ഷെ ശരിയായിരിക്കും, കെ സി വേണുഗോപാൽ മത്സരിക്കണമെങ്കിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വടകര പോലെ മത്സരം കൃത്യമായിട്ടുള്ള ഫീൽഡ് ചെയ്ത് വളരെ ശരിയായി റിസൾട്ട് അവരുണ്ടാക്കി. പിന്നെ ഷാഫി പോലെ ആൾ കാൻഡിഡേറ്റ് പാർലമെൻറ്റ് രാഷ്ട്രീയത്തിൽ വരുന്നത് വളരെ നല്ല കാര്യമാണ്, സംശയമില്ല. കാര്യം വളരെ ആക്റ്റീവും എനർജറ്റിക് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ. അപ്പോൾ അതിന് പകരമായിട്ട് തൃശ്ശൂർ അവർക്ക് ഫീൽഡ് ചെയ്യാൻ തന്നെ പോസിബിളായ ഒരു കാൻഡിഡേറ്റ് നിലയ്ക്ക് മുരളി ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മുരളി തോൽക്കാനുള്ള കാരണം ഈ കരുണാകരനോടുള്ള ഒരു അമർഷം ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ തോൽക്കാനുള്ള കാരണം അത് മാത്രം ആവണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാവണമെന്നില്ല. പക്ഷേ എന്താ പറയുക, മറ്റു പല ഘടകങ്ങളും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം അതിൻ്റെ അകത്ത്. കരുണാകരൻ ഗ്രൂപ്പിന് അപ്രമാദിച്ചുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണെങ്കിലും ഒരു അതെ, കരുണാകരൻ സ്വന്തക്കാരനെ ഇപ്പോൾ തെരമെല്ലാം ജയിച്ചിട്ടുള്ളതല്ലേ, കരുണാകരൻ്റെ അടുത്ത ആൾക്കാർ തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. പക്ഷേ തൃശ്ശൂരിന് മറുവശം കൂടിയുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ വി രാഘവൻ ജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും ജയിപ്പിച്ച ചരിത്രം തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ കരുണാകരൻ ആദ്യത്തെ ഇലക്ഷൻ എയർമാനും ജയിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമുള്ള തൃശ്ശൂർ. മുരളിയുടെ പരീക്ഷ എനിക്ക് തോന്നുന്നു അവർ നോക്കിയത് ഈ ഇപ്പോൾ എന്താ പറയുക, അതിലൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരുന്നു എങ്ങനെ റിസൾട്ട് നമ്മൾ ആലോചിച്ചാൽ അത്ഭുതമായിരിക്കും കാര്യത്തിൻ്റെ അകത്ത്. ഇപ്പോൾ ക്രിസ്ത്യൻ അതാണ് ചോദിക്കാൻ വന്നത്. കാരണം അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. കാരണം തൃശ്ശൂർ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം എന്തായാലും ദാമോദർ പ്രസാദ് വിചാരിക്കുക മാത്രമല്ല ആഗ്രഹിച്ചിട്ടുണ്ടാവുക, പിന്നെ ഒന്നുകിൽ സുനിൽകുമാർ ജയിക്കണം എന്നായിരിക്കും വിചാരിക്കുക. ഇനി സുനിൽകുമാർ അല്ലെങ്കിൽ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുക ഇനി മുരളി ജയിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നൊരു ബോധമാണല്ലോ നമുക്കുള്ളത്. കാരണം സുരേഷ് ഗോപിക്കെതിരെ ഇവരിൽ ആരെങ്കിലും ജയിച്ചാലേ നമുക്കൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ തോറ്റു കഴിഞ്ഞപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൽ പകരം ഇവർക്ക് രണ്ടാൾക്കും പകരം മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ചിന്ത വന്നിട്ടുണ്ട്. അത്തരമൊരു ഹൈപ്പോത്തറ്റിക്കൽ പക്ഷേ അതെനിക്ക് തോന്നുന്നത് ഇവിടെ വടകരയിലെ ഒരുപാട് നിയമത്തിന്റെ ഒരു ആവർത്തനമായിരിക്കും കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാര്യം അപ്പർ കോസ്റ്റ് വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കുക, അങ്ങനെ സുരേഷ് ഗോപി മത്സരത്തിൽ അങ്ങനെയൊക്കെ ഒരു രീതിയിലൊരു റിസൾട്ട് ഉരുതിരിയുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ പക്ഷേ സുരേഷ് ഗോപി കിട്ടുന്ന കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ. കാര്യം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിട്ട് കാര്യമില്ല, പി സി ആക്ക് ഒറ്റ സ്ഥലമാണ്. പി സി ആക്കിന് ഒരു തരത്തിലുള്ള പ്രീതിയും തൃശ്ശൂർ ജനങ്ങൾക്ക് കൊടുത്തിരുന്നില്ല. കാര്യം മണ്ഡലം തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ ആ നിലയിലൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി അപ്പീലിംഗ് ആയിട്ടുള്ള പൊതുവിലെ ആൾക്കാർക്ക് സ്വീകാരനായിട്ടൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിൻ്റെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ റിസൾട്ട് വേറെ രീതിയിലൊക്കെ വർക്ക് ചെയ്യാമായിരുന്നു. പിരിഞ്ഞാലക്കുട, ഒല്ലൂർ കുറേ സ്ഥലങ്ങളിലാണ് സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷം നേടിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ റിസൾട്ട് മറ്റു രീതിയിലാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് കോൺഗ്രസ് ഫീൽഡ് ചെയ്യാൻ കോൺഗ്രസ് തൃശ്ശൂർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോഴും, അങ്ങനത്തെ ഒരാളുണ്ടോ എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, കേരളത്തിൻ്റെ തലത്തിൽ നിന്ന് ഒരു സംസ്ഥാന തലം ഒരു ലീഡറെ കണ്ടെത്തി കൊണ്ടുവരായിരുന്നു അവർക്ക്. പക്ഷേ അങ്ങനെ ആരും പെട്ടെന്നില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ മുരളിയുടെ കാൻഡിഡേറ്റ് അത്ര ഒരു എന്താ പറയുക മോശം കാൻഡിഡേറ്റ് നല്ല കാര്യം. ഒരു എന്താ പറയുക, എനിക്കൊന്ന് മുരളി തോക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. ഒന്ന് സാമ്പത്തിക പരാധീനത ഉണ്ടായിരുന്നുണ്ട്. കാര്യം ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലെ കാണും ഒരു തരത്തിലുള്ള പോസ്റ്റർ നമ്മളെ കണ്ടിട്ടില്ല സുനിൽകുമാറിനെ സുരേഷ് ഗോപിനെ. ഈ പ്രാവശ്യം തന്നെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിനോട് എതിർപ്പ്, പിന്നെ കാൻഡിഡേറ്റുകളുടെ പോപ്പുലാരിറ്റി, ഇങ്ങനെ പല ഘടകങ്ങളും തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഘടകം ഒരുപക്ഷെ ഈ മുരളി സുനിൽകുമാറിൻ്റെ ഏറ്റുമുട്ടലിൽ അതൊക്കെ ചിതറിപ്പോയി. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത്. സുനിൽകുമാറിനെ പറ്റി എങ്ങനെയാണ്? സുനിൽകുമാർ പിന്നെ ലെഫ്റ്റിന് ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് തന്നെ. സംശയമൊന്നും വേണ്ട. സുനിൽകുമാർ ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തിന് പ്രശ്നമല്ല. ഞാൻ സംസാരിച്ച ആൾക്കാർക്കെല്ലാം കാണുന്ന സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിന് പോലും സുനിൽകുമാർ വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്ത ആൾക്കാർ. സുനിൽകുമാർ വളരെ ഒന്നാമത് തൃശ്ശൂർക്കാരൻ, തൃശ്ശൂർ എവിടെയും സിറ്റിയിൽ കാണുന്ന ഒരാൾ. മുരളി തൃശ്ശൂർ ഉണ്ടായിട്ടില്ല കുറേ കാലമായിട്ട്. തൃശ്ശൂർ പറയുമ്പോൾ കരുണാകരൻ ഉണ്ടാകുന്ന മുരളീധരൻ തൃശ്ശൂർ ഉണ്ടായിട്ടുള്ള ആളല്ല.
മറ്റ് സുനിൽകുമാർ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ പോപ്പുലറായിട്ടാണ്, പൂരത്തിന് കാണാം നിങ്ങൾക്ക് അല്ലാതെ. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ ആൾക്കാർക്കായിട്ട് വളരെ എന്താ ഒരു സമ്പർക്കമുള്ള ഒരാളാണ്. ആ നിലയിൽ സുനിൽകുമാറിൻ്റെ കാൻഡിഡേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ശരിയായ കാൻഡിഡേച്ചറാണ്. സുനിൽകുമാർ MLA ആയിട്ടും മന്ത്രിയായിട്ടും തൃശ്ശൂരിലെ ആൾക്കാർക്ക് വലിയ ദൂരത്തിലുള്ള എന്താ പറയുക അവരുടെ സ്നേഹാദരവ് പിടിച്ചു പറ്റിയിട്ടുള്ള ആളാണ്. അതെല്ലാം പുതിയ CPM MLA പിടിച്ചോണ്ട് വെച്ചാൽ ഇല്ലാന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സുനിൽകുമാർ അവരെക്കാളെല്ലാം ഒരു ഇമേജ് തൃശ്ശൂരുണ്ട്, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സുനിൽകുമാർ അങ്ങനെ ഘട്ടത്തിൽ വരികയാണെങ്കിൽ സുനിൽകുമാറിന് വോട്ട് കിട്ടുമായിരുന്നു, ജയിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ഒരു മണ്ഡലമാണ് നമ്മൾ വടകര മണ്ഡലം. വടകര മണ്ഡലവും വളരെ പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലമാണ്. ഒരു തമാശ സംഗതി ഇറങ്ങിയിരുന്നു. കാരണം CPM-മാരെല്ലാം നോക്കിയിരുന്നത് വടകര ജയിക്കുക എന്നുള്ളതാണ്. വടകര ജയിച്ചിട്ടുണ്ടെങ്കിൽ 20 സീറ്റ് പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന് ഫീൽഡ് ചെയ്യാവുന്ന നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയായിരുന്നു ശൈലജ ടീച്ചർ. ഇപ്പുറത്ത് ഷാഫി ആണെങ്കിലും നല്ല കാൻഡിഡേറ്റാണ്. ഷാഫീനെ വെച്ച് പിന്നെ കോൺഗ്രസ് കളിച്ചിട്ടുള്ള പൊളിറ്റിക്സും നല്ലൊരു പൊളിറ്റിക്സ് ആയിട്ടാണ് പിന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റുക. ഇതിനകത്ത് ശൈലജ ടീച്ചറുടെ പരാജയത്തിന് ഷാഫിയുടെ ഒരു ക്യാമ്പയിനിങ് മികവും മറ്റുമൊക്കെ മാറ്റി നിർത്തിയാൽ എന്തായിരിക്കും നമ്മൾ ഒരു സൂക്ഷ്മ രാഷ്ട്രീയം പറയുന്നത്? എന്താ ഈ ഷാഫിയുടെ ഈ യാദർശികമായിട്ടാണ് വടകര ഷാഫി കാൻഡിഡേറ്റ് വരുന്ന ദിവസമുള്ളൂ. അന്ന് ഞാൻ വടകര ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാനുണ്ട്. അപ്പോൾ തന്നെ കംപ്ലീറ്റ് റോഡൊക്കെ ബ്ലോക്കായിരുന്നു. എനിക്ക് കുറേ നേരം അവിടെ കിടക്കേണ്ടി വന്നു. പക്ഷെ അന്ന് തന്നെ നമുക്കൊരു പെട്ടെന്നൊരു ഫീല് കിട്ടി, ഇത് എന്താണ് ഇങ്ങനെ പാലക്കാടിന് ഷാഫി വരികയും എന്തൊരു വലിയ സ്വീകാര്യത. കാര്യം ഞാൻ കുറേ നേരം ഞാൻ കാറിൽ പെട്ട, എനിക്ക് ദേഷ്യം വരും കാര്യപ്പെട്ടിട്ട് ഇതൊക്കെ കാരണം. അപ്പോൾ അതന്നൊരു വല്ലാത്ത ഫീല് സൃഷ്ടിച്ചിട്ടുണ്ട് സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു ഷാഫിയുടെ കാൻഡിഡേച്ചർ നല്ല കറക്റ്റായ കാൻഡിഡേച്ചർ. ഒന്ന് അത് എന്താ പറയുക മുസ്ലിം കാൻഡിഡേറ്റ് നിലയ്ക്കല്ല, അയാൾ കൊടുത്തൊരു യൂത്തിന് ഒരു സാധനം, യൂത്ത്ഫുൾനെസ്, ഒരു എനർജി, ആൾക്കാരുടെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതൊക്കെ തന്നെ ഈ കാലത്ത് നമുക്ക് വലിയ സ്വീകാര്യമുള്ള കാര്യം. കുട്ടികളും സ്ത്രീകളൊക്കെ തന്നെ ഒക്കെ ഈ വളരെ പക്ഷെ അപ്പുറത്തെ കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പെരുമാറുകയും ആൾക്കാരുടെ വഴുന്ന കാൻഡിഡേറ്റ്. പക്ഷേ ഷാഫിക്ക് അതിനപ്പുറത്തേക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ചന്ദ്രശേഖരൻ്റെ ഓർമ്മ ഇപ്പോഴും ആ മണ്ഡലത്തെ ബാധിക്കും. ചന്ദ്രശേഖരൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം പേരാമ്പ്ര, കൊയിലാണ്ടി, വടകര ഒഴിച്ച് പിന്നെ തലശ്ശേരി, കൂത്തുപറമ്പ്, കുറ്റ്യാടിയും നാദാപുരം മാറ്റി നിർത്തുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇതിനകത്ത് 7 മണ്ഡലങ്ങളിൽ 2 ഒഴിച്ച് ബാക്കിയൊക്കെ, പ്രത്യേകിച്ചും വടകര ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം ഉള്ളത് LDF-ൻ്റെതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്രമല്ല പിന്നെ ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ CPM എന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ് ബാക്കിയൊക്കെ. അതിലൊക്കെ CPM-നാണ് എഡ്ജുള്ളത്. എന്നിട്ടും അത് ഈ ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ ചന്ദ്രശേഖരൻ വീണ്ടും വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് CPM ഒരു പൊതുമാപ്പൊക്കെ പറയേണ്ട ഒരു സന്ദർഭത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം എവിടെയും ചന്ദ്രശേഖരൻ വീണ്ടും പുനർജനിക്കുന്നുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ പുനർജനി ഉണ്ടാകുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട വരാൻ കാരണം ആ ഹൈക്കോടതി വിധിയും കൂടി ഒരു കാരണമാണ്. ഹൈക്കോടതി വിധിയും പക്ഷേ ഹൈക്കോടതി വിധിയെ തുടർന്ന് CPM എടുത്ത പൊസിഷനും ഒരു തരത്തിൽ ഒരു അപ്പോളജറ്റിക് പൊസിഷനല്ല. വീണ്ടും കുഞ്ഞനന്ദനെ പ്രതിയാക്കുന്ന കാര്യത്തിൽ CPM എടുക്കുന്ന പൊസിഷൻ ആൾക്കാർക്ക് സ്വീകാര്യമാവണം നമ്മൾ വിചാരിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അതിന് ഇമ്പാക്റ്റും അപ്പുറത്തെ മണ്ഡലങ്ങളിലൊക്കെ കാണാം. പിന്നെ ഇനി ക്യാമ്പയിനിങ്ങിലൊക്കെ ശൈലജ ടീച്ചറുടെ ഭാഗത്തുണ്ടായ വലിയ പാളിച്ചകളെന്ന് മനസ്സിലാക്കുന്ന ക്യാമ്പയിൻ ഭാഗത്തൊക്കെ ഇന്ന് ഈ ഇപ്പോഴും തോറ്റപ്പോൾ സൈബർ ആക്രമണമാണെന്നൊക്കെ പറയുന്ന ആ തരത്തിൽ ഈ സൈബർ ഉപയോഗിച്ച രീതിയിലൊക്കെ വലിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനത്തെ ഉപയോഗിക്കുന്നുള്ള കാര്യം, ആരാണ് ഇതൊക്കെ പിന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങളെന്നൊക്കെ നമുക്ക് ഇതാണ് കാര്യം. ഇപ്പോൾ ചിലർ പറയും ജേർണലിസ്റ്റുകൾ തന്നെയാണെന്ന് പറയുന്നത്. ആ ജേർണലിസ്റ്റാണെങ്കിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അടിസ്ഥാന ധാരണയില്ലാത്ത ആൾക്കാരൊക്കെ അവർ ഇതൊക്കെ വലിയ തോതിൽ പാളിപ്പോയിട്ടുണ്ട്, വലിയ തോതിൽ. പിന്നെ അതിനകത്ത് രാഷ്ട്രീയമായി ധ്രുവീകരിക്കാൻ ശ്രമിച്ച ഒരു സംഭവം, വർഗീയ ദൂരീകരണ സ്വഭാവം ഉണ്ടായിരുന്നു. അത് ആരും തുടങ്ങിയാലും അത്ര അതൊക്കെ തന്നെ വളരെ തരത്തിൽ ഷാഫിക്ക് അത്യന്തമായി അനുകൂലമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് നമ്മളിതൊക്കെ മാറ്റി വെച്ചാലും ഷാഫി ഒരു എന്താ പറയുക വടകരയ്ക്ക് പ്രധാനം ചെയ്യാൻ നല്ല കാര്യം. ശൈലജ ടീച്ചർ മോശമായിട്ടല്ല, ഷാഫിക്ക് അങ്ങനെ ഒരു ഇമേജ് ഷാഫിക്ക് ഉണ്ട്. ഷാഫി അത് അവിടെ നിലനിർത്താനും സാധിച്ചു. അതിന് ഇമ്പാക്റ്റ് പക്ഷേ ഇതൊക്കെ തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറയാം. പക്ഷേ എല്ലാവരും പക്ഷേ ഇത്ര ഒരു ഭൂരിപക്ഷം അപ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല. ജയിക്കുന്ന എല്ലാവരും പറയുന്നു, ഞാൻ അവിടെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ജയിക്കും. പക്ഷേ ഒരു വൻ ഭൂരിപക്ഷം കിട്ടുന്നുള്ളത് വലിയ തരത്തിൽ ടീച്ചർക്കും CPM-നും പലവട്ടം ആലോചിക്കേണ്ട കാര്യം സംഭവിച്ചു എന്നുള്ളത്. കാര്യം ക്യാമ്പയിൻ്റെ കാര്യം അത്ര ഒരു ശൈലജ ടീച്ചറെ പോലൊക്കെ പൊതുവിലുള്ള കേരളത്തിലെ സ്വീകാര്യത വെച്ച് ഇങ്ങനെ രീതിയിൽ പരാജയപ്പെടേണ്ട ആളല്ല. അപ്പോൾ അത് പലവട്ടം ആവർത്തിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്ത് സംഭവിച്ചു എന്നുള്ളത്. നമ്മളൊരു പൊളിറ്റിക്സിൽ ഒരു പുതിയ പൊളിറ്റിക്സിൽ എത്തിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ശൈലജ ടീച്ചർ ജയിച്ചു പോകേണ്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷെ അപ്പുറത്ത് അതിനേക്കാളും വലിയൊരു മത്സരം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അല്ലേ. ഈ നമ്മളീ പറയുന്ന ഈ ചന്ദ്രശേഖരൻ എഫക്റ്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ശരിക്കും എനിക്ക് CPM-ന് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ? കാരണം ഒന്നാമത് ചന്ദ്രശേഖരൻ ഒരു എക്സ് പാർട്ടി കേഡറാണ്. വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ എല്ലാവിധ രാഷ്ട്രീയ രഹസ്യങ്ങളും അറിയാവുന്നൊരു വളരെ ശക്തനായ CPM-കാരനായിരുന്നു. RMB എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടും അതൊട്ടും CPM-ൻ്റെ എന്തെങ്കിലും നയപരിപാടികളിൽ നിന്നോ അത്തരം രീതികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രസ്ഥാനമല്ല. അതിൻ്റെ എല്ലാവിധ സംഘടനാ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ്. അതിനൊന്നും നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെന്നുള്ള വേറെ ചർച്ച ചെയ്യണം. പക്ഷേ ഈ ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് കൊട്ടേഷൻ ഗുണ്ടകളല്ല.
അതായത് CPM-ഉം അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനവും തമ്മിൽ നടക്കുന്ന ഇപ്പം മാർക്സിസമായിട്ടൊക്കെ നടക്കുന്ന പല സ്ഥലത്തും ഉണ്ടായിട്ടുള്ള പോലെയുള്ള സംഘർഷത്തിൽ കൂടിയോ സംഘടനത്തിൽ കൂടിയോ അല്ല. ശരിക്കും കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു പഴയ സഖാവിനെ കൊന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വടകരയിൽ നിന്ന് ഇപ്പോഴും മായാത്ത ഒരു ഇതായിട്ട് നിൽക്കുന്നത്. കാരണം അത് ഈ ഇതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ വടകര പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി മണ്ഡലങ്ങളിലൊക്കെ സംസാരിക്കുന്ന പഴയ CPM-മാരിൽ എല്ലായ്പ്പോഴും അവർ പറയുന്നത് ചന്ദ്രശേഖരൻ്റെ ഒരു ചെറിയൊരു ഒരു സ്വാധീനം അവരുടെ ഉള്ളിലുണ്ട്. അത് ചന്ദ്രശേഖരൻ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയത്തോടല്ല, ആ ചെയ്ത ഒരു വലിയൊരു അനീതി ഉണ്ടല്ലോ ഈ കൊട്ടേഷൻ ഗ്രൂപ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തി എന്നുള്ളത്. അത് നേരത്തെ കമൽറാം പറഞ്ഞ സാധനം, അതായത് അഴീക്കോട് രാഘവൻ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അത് ആ രാഷ്ട്രീയ കൊലവും മറ്റു രാഷ്ട്രീയ കൊലവും വ്യത്യസ്തമാണ്. അതേപോലൊരു കാര്യം ഇപ്പോൾ അഴീക്കോട് രാഘവൻ്റെ സ്മരണ ആ നിലയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂരാണെങ്കിലും തൃശ്ശൂർ മാത്രമല്ലോ, എല്ലാ സ്ഥലത്തുകാരത്തും അഴീക്കോട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കാലത്ത് ആ പുതിയ തലമുറയിലേക്കും അത് അങ്ങനെ ഒരാളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ അതേപോലെ ഒരു സമാനമായൊരു കാര്യം ചന്ദ്രശേഖരൻ്റെ കാര്യത്തിന് സാധാരണ രാഷ്ട്രീയ കൊലപാതകം നമ്മൾ അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ ചന്ദ്രശേഖരൻ്റെ കൊല അതിനപ്പുറം ഒരു സാമൂഹ്യം ഉണ്ടാക്കി. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം താരതമ്യം ഇല്ലെങ്കിലും ഇതുപോലെ കൊട്ടേഷൻ റേപ്പ് കേരളത്തിലുണ്ടായ ഇതൊക്കെ കേരള സമൂഹം സ്വീകരിക്കുന്നത് വേറെ തരത്തിൽ. അതൊന്നും അങ്ങനെ ചെയ്തവർക്കൊന്നും ഒരു കാലത്ത് നിൽക്കാൻ പറ്റില്ല. കാര്യം അതിൻ്റെ കേരളത്തിന് വേറൊരു പ്രളയത്തിൽ ഒരുമിച്ചിറങ്ങിയ ജനങ്ങളാണല്ലോ കേരളം. അതുപോലെ അത്തരം ഘട്ടങ്ങളിൽ ഒരു പ്രത്യേക ധാർമ്മികത കേരളം പ്രകടിപ്പിക്കും. അതൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഇത് ചെയ്തവർക്കും ചെയ്യിപ്പിച്ചവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം വേണം. കാരണം അത്തരം ധാർമ്മികത സമയങ്ങൾ കേരളം പ്രകടിപ്പിക്കും. അത് എന്തും ആയിക്കോട്ടെ, പക്ഷെ അത്തരം ധാർമ്മികത കേരളത്തിനുണ്ട്. അത് കേരളത്തിന് പോസിറ്റീവ് വശമാണ്. ഇത്തരം കാര്യങ്ങൾ അത് അഴീക്കോട് രാഘവൻ്റെ കാര്യത്തിലുണ്ട്. ഇതുപോലെ ഇങ്ങനെയുള്ള നടപടികൾ കേരളത്തിൻ്റെ മനോഭാവം വേറെ രീതിയിലാണ് പ്രതികരിക്കുക. അത് അതിൻ്റെ അനുഭവം അതിൻ്റെ എന്താ പറയുക അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതാണ് പല നമ്മൾ കാണുന്നത്, പല ആൾക്കാരും അനുഭവിക്കുന്ന പ്രത്യാഘാതം. അപ്പോൾ അതൊക്കെ ആ കേരളത്തിൻ്റെ പ്രത്യേക ആ മനസ്ഥിതി പോസിറ്റീവായ കാര്യമായിട്ട് തന്നെ കാണേണ്ടി വരുന്നു തോന്നുന്നു എനിക്ക്. അപ്പം നമ്മളിപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി പറയുന്ന പോലെ തന്നെ സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ കേരളത്തിൽ നമ്മൾ ഈ പറഞ്ഞ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സീറ്റുകൾ പിന്നെ BJP പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല BJPയുടെ ഒരു പ്രത്യാശ വളരെയധികം കൂടിയിട്ടുള്ള ഒരു ഇലക്ഷൻ കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇന്ത്യയിൽ BJPക്ക് ഒരു തകർച്ചയുണ്ടായി ഒറ്റ നോട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുമെങ്കിലും കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കറേജ് കൊടുക്കുന്ന വിധിയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. അതെങ്ങനെ അവർ ഇപ്പം കോൺഗ്രസും CPM-ഒക്കെ ഇനി ഭാവിയിൽ എങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള പോലെ തന്നെ BJPയും ഒരു നല്ല സ്ട്രാറ്റജിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കും സാധ്യതയുള്ള ഒരു പ്രദേശമായിട്ട് കേരളം മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ നോക്കുകയാണെങ്കിൽ കാരണം നിങ്ങളെ ശ്രദ്ധിച്ച് വളരെ നിരീക്ഷിച്ചിട്ടുണ്ടാവും. കാര്യം ഒരു 3-ാം സ്ഥാനത്തേക്ക് എപ്പോഴോ BJP പ്ലേസ് ചെയ്തു കേരളത്തിൽ. അതെ, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ 3-ാം സ്ഥാനത്തിലേക്ക് BJPക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഏത് വിഷയത്തിലും അവരില്ലാത്ത വിഷയത്തിൽ പോലും 3-ാം സ്ഥാനത്തേക്ക് BJP ഇപ്പോൾ എല്ലാ കാലത്തും പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് അവരാണെന്നും അവർ ഇന്നല്ലെങ്കിൽ നാളെ ഒരു അധികാരത്തിന് ഭാഗമായി വരേണ്ടവരാണെന്നുള്ളൊരു പ്ലേസ്മെൻറ്റ് കാലങ്ങളായിട്ട് അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അത് അങ്ങനെയാണോ? അങ്ങനെ മാത്രമാണോ? കാരണം അത് പിന്നെ മീഡിയ കൊടുത്തുകൊണ്ട് മാത്രമാണോ? കാരണം BJPയുടെ ഒരു പ്രസൻസ് അവിടെ ഇല്ല, റെപ്രസെൻറ്റേഷൻ അവിടെ ഇല്ല. BJPയുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ആ റെപ്രസെൻറ്റേഷനൊപ്പം തന്നെ മീഡിയ അതിന് വല്ല പ്ലേ അപ്പ് ചെയ്തിരുന്നു എൻ്റെ തോന്നുന്നത്. എൻ്റെ തോന്നുന്നത് അങ്ങനെ മീഡിയ പ്ലേ അപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം അതൊരു പ്രത്യേകമായിട്ട് സാന്നിധ്യമായിട്ട് അവർ അഭിപ്രായം രേഖപ്പെടുത്താനും ഞാൻ നോക്കുന്നത് മറ്റു പല പാർട്ടികളെ വിളിക്കാത്ത എന്തുകൊണ്ടാണ്? അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ വരുമ്പോൾ ലീഗിൻ്റെ പ്രതിനിധികൾ എപ്പോഴും കാണും. ലീഗ് കേരളം 21 MLA-മാർ ലീഗ് ഏതൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്? UDF-ന്റെ കോൺഗ്രസ്സുകാരെ വരണം. UDF-ന്റെ ഭാഗം. അപ്പോൾ UDF-ന് ലീഗിന് പങ്കെടുപ്പിക്കാം. ഇതിനെ കോൺഗ്രസ് പങ്കെടുപ്പിക്കുന്നത്. ലീഗ് ഇപ്പോൾ 21 MLA-മാരുള്ള പാർട്ടിയാണ്. അപ്പോൾ 21 MLA പാർട്ടിയിൽ എത്ര ചർച്ചകളുള്ളവരെ ലീഗായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം ലീഗിനെ വിളിക്കുക, അല്ലെങ്കിൽ മുസ്ലിം വിഷയം ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ സമസ്തയുടെ തർക്കമോ അല്ലെങ്കിൽ ഇതിനൊക്കെയാണ് ലീഗ് പ്രതിനിധികൾ വരുന്നത്. അല്ലെങ്കിൽ അപ്പോൾ കേരളത്തിൽ മറ്റു പാർട്ടികളുണ്ട്. അപ്പോൾ അവർ ഒരു പക്ഷേ അവിടെ ലീഗിനെക്കാളുടെ റെപ്രസെൻറ്റേഷൻ എനിക്കൊണ്ട് ചർച്ചകൾ NK പ്രേമചന്ദ്രന് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ആകെ ഒരു ദൃശ്യമാധ്യമങ്ങളിൽ പ്രധാന സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം ഇത് BJP പ്രതിനിധികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു വലതുപക്ഷ ആശയം പ്ലേസ് ചെയ്യുക എന്നുള്ളത് ദൃശ്യമാധ്യമങ്ങൾ ഒരു കരുതി കൂട്ടി ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കാണാതിരിക്കുന്ന അർത്ഥത്തില്ല. വലതുപക്ഷ ആശയം ഞാൻ പറയുന്നത് ഈ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ പ്രിന്റ് പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് അതിനെക്കുറിച്ചൊക്കെ ചില എന്താ പറയുക ചില ബാലൻസ് കീപ്പ് ചെയ്യുന്നു. വലതുപക്ഷ ആശയം അത് ഇടതുപക്ഷ രൂപത്തിലും വരും. വലതുപക്ഷ ആശയം അതാണെന്ന് ഭാഷ ഇടതുപക്ഷത്തിന്റെ ഭാഷകൾ സംസാരിക്കുന്ന വലതുപക്ഷ ആശയം കൈരളിയാണ് മോഡൽ കാണിച്ചു കൊടുത്തത്. പ്രകടിപ്പ് എത്രയോ പേരുണ്ട്, എത്രയോ കേരളത്തിലെ നമ്മുടെ ചർച്ചകൾ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനൊരു ഒരു സ്വീകാര്യതയും സ്വാധീനതയൊക്കെ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെ തുടർച്ച ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു. തിരുവനന്തപുരത്ത് അപ്പോഴും ശശിധരനെ പിന്തുണച്ചത് ഗ്രാമീണ ജനതയാണ്. ഉത്തർപ്രദേശിലെ പോലെ ഗ്രാമീണ ജനത വന്ന് തന്നിട്ട് പിന്തുണച്ചു. നഗരം മുഴുവൻ വട്ടിയൂർക്കാവൊക്കെ അടിച്ചുപോയി. വട്ടിയൂർക്കാവ് നാളെ BJP മത്സരിക്കാൻ സാധ്യതയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ശോഭനെ പോലൊരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പോലെ നാളെ പരീക്ഷിച്ചാൽ ഒരുപക്ഷെ ഇമ്പാക്ട് സുരേഷ് ഗോപിയെക്കാളും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. സ്ത്രീകളുടെയൊക്കെ വോട്ട് വൻ തോതിൽ കിട്ടും. കാര്യം ശോഭനയുടെ ഒരു മൊത്തം പ്രസൻസും അവരുടെ ഒരു സ്വാധീനം വെച്ചുകൊണ്ട്. മാത്രമല്ല CPM തന്നെ അവകാശപ്പെട്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി വെച്ചാൽ പൊതുസ്വത്താണ്. അപ്പോൾ ആ പൊതുസ്വത്തായ ഒരാളെ മത്സരിപ്പിക്കും പൊതുസ്വത്തായി സ്വീകരിക്കണമല്ലോ.
അതുപോലെ പാലക്കാട് പിന്നെ കമൽനാഥ് സൂചിപ്പിച്ച പോലെ CPM-ന്റെ കോർ ഏരിയയിൽ BJP-ക്ക് വോട്ട് സ്വാധീനം വർദ്ധിപ്പിച്ചത്. അത് കാരണം CPM-ന്റെ വോട്ടാണ് പോയിട്ട്. അപ്പോൾ CPM-ന്റെ ആൾക്കാർ തന്നെ BJP പ്രിഫർ ചെയ്യുന്നത് ഐഡിയോളജിക്കൽ പ്രിഫറൻസ് ആണോ അതോ ഗവൺമെൻറ്റിനോട് എതിർപ്പാണോ, എന്നാലും BJP പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന്. അപ്പോൾ BJP ഇത്രയും കാലത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ BJP-യുടെ വിന്നബിലിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. വിന്നബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ പാലക്കാട് വിന്നബിലിറ്റിക്ക് സാധ്യത ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങി. പാലക്കാട് വിന്നബിൾ ആവാൻ സാധ്യതയുണ്ട്, നല്ല കാൻഡിഡേറ്റ് അങ്ങനെ ചർച്ചകൾ വന്നു തുടങ്ങി. പിന്നെ പലരും മടിച്ചിരുന്നു BJP-ക്ക് വോട്ടിന്. ഇടതുപക്ഷ അനുഭാവിയുള്ള ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പോലും പലപ്പോഴും ഇനി അവർക്കെന്ത് മടി, BJP ജയിച്ചല്ലേ, അപ്പം അങ്ങനെ കാൻഡിഡേറ്റ് വോട്ട് ചെയ്യാൻ തയ്യാറാവും. BJP-ക്ക് അത്രയും പ്രോബബിൾ കാൻഡിഡേറ്റ്സ് കേരളത്തിൽ ഉണ്ടോ അറിയില്ല. കാര്യം BJP-യുടെ നേതൃത്വത്തിലൊക്കെ ആ നിലയ്ക്ക് അത്ര ഒരു വലിയ ജനസ്വീകാര്യതയുള്ള ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത്തരം കാൻഡിഡേറ്റ്സ് വരികയാണെങ്കിൽ, അവർക്ക് കുറച്ച് നല്ല അങ്ങനെയുള്ള ആൾക്കാരെ ഇറക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പരീക്ഷ നടക്കും. ആ പരീക്ഷ നിലയ്ക്ക് BJP താരങ്ങളെ തന്നെ പിന്നെ അണിനിർത്തേണ്ടി വരും. അല്ലാതെ ഇപ്പം BJP-ക്ക് അകത്തുള്ള ഒരാൾ നിന്ന് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. BJP നിലവിലുള്ള നേതൃത്വം വെച്ചിട്ടൊന്നും സാധ്യത. പക്ഷേ BJP-ക്ക് അങ്ങനത്തെ ആൾക്കാർ വന്നുകൂടാന്നില്ല. ചില സാഹചര്യങ്ങളിലാണല്ലോ വരിക. ചില സാഹചര്യങ്ങൾ ചില സ്വീകാര്യമുള്ള ആൾക്കാർ, ഇപ്പോൾ ശോഭന പോലെ തന്നെ, ശോഭന ആരെങ്കിലും BJP-യുടെ പരിപാടിയിൽ നരേന്ദ്രമോദി വളരെ ലിബറേറ്റഡ് ആയിട്ട് വളരെ ഒരു ഫെമിനിസ്റ്റ് സ്വഭാവമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാടുള്ള ഒരാൾ നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി കാലങ്ങളായ നിലപാടുകളാണ്. ശോഭനക്കത്തെ നിലപാട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. അതിന് ഒരുപാട് ഡൈനാമിക് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ ഒരാളാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കുക, രാജ്യസഭ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ആരും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ അവിചാരിതമായ കാൻഡിഡേറ്റ്സ് ഒക്കെ വരാം. നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ആൾക്കാർ ഇനിയും വരാം. അതിൻ്റെ അകത്ത് BJP അധികാരം ബന്ധപ്പെട്ട് അതിൻ്റെ സ്വാധീനം വഹിച്ചു തന്നെ അവർക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ ഒരു പക്ഷേ ടെലിവിഷനൊക്കെ വളരെ കേന്ദ്രങ്ങളായിട്ടുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആൾക്കാർ നാളെ BJP-യുടെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് പറയാൻ പറ്റില്ലോ അവർ BJP-യുടെ എന്തൊക്കെ ബന്ധാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് BJP-ക്ക് അനുകൂലമായിരിക്കാം. BJP-ക്ക് എന്തായാലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പിന്നെ മൂന്നാമത് ശരിയാണ്. കാരണം അതേ അവസരത്തിൽ തോറ്റുപോയ ഒരു ടെലിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ സ്ട്രാറ്റജിയാണ്. കാരണം ഏഷ്യാനെറ്റിൻ്റെ അന്ന് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിലെ പൊതുവേ മറ്റ് ചാനലുകളിൽ നിന്നും, അതായത് കുരവയിടുക, ആർപ്പിടുക എന്നൊക്കെയുള്ളതിൽ ഭയങ്കര റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പുതിയ ചാനലുകളുണ്ടല്ലോ, പുതിയ ന്യൂ ജനറേഷൻ ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ആധികാരികമായിട്ട് സംഗതികൾ പറയുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സീനിയോറിറ്റിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ചാനൽ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ വന്ന സമയത്ത് എല്ലാ ദിവസവും രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് പ്രത്യേക ബുള്ളറ്റിലുകളും രാവിലെ മുതൽ ഏതാണ്ട് ജയിച്ചു കഴിഞ്ഞു, പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ തന്നെ അങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയാണ് പെട്ടെന്ന് അല്ലെങ്കിൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പൂർണ്ണമായും തകർന്നു പോകുന്നത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയുള്ള ഒരു വലിയ ക്യാമ്പയിൻ പരാജയപ്പെട്ട സമയത്ത് ഈ ഉടമസ്ഥനോടുള്ള ആഭിമുഖ്യം മാത്രമല്ല, അതിപ്പോൾ ചിലപ്പോൾ മറ്റൊരു ചാനലിൽ ചിലപ്പോൾ കാണിച്ചു തരും ഉടമസ്ഥനോട്. പക്ഷേ ഇവിടെ അതല്ല ഉണ്ടായത്. രാജീവ് ചന്ദ്രശേഖർക്കെതിരെ വിമർശനങ്ങളും ചിലതുണ്ടായി ടാക്സുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ഏഷ്യാനെറ്റിലെ പല ആൾക്കാരും ഇത്തരം ആരോപണം മറ്റു രാഷ്ട്രീയ നേതാക്കളുണ്ടാകുമ്പോൾ അതൊരു പ്രമേയമായിട്ട് ഉന്നയിച്ചുകൊണ്ട് ഡിബേറ്റ് നടത്തണം. ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. ഈ ടാക്സിലെ ഇവേഷൻസ് അവർക്കൊരു വിഷയമല്ല. ഇത് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരെ സംബന്ധിച്ച്. പിന്നെ അതുപോലെ നരേന്ദ്രമോദിയെ ബന്ധപ്പെട്ട ഈ ഇന്റർവ്യൂ അത് തന്നെ നമുക്ക് എല്ലാവർക്കും അതിന് പ്രതി വലിയൊരു മീഡിയ സാക്ഷരത എല്ലാവർക്കും അനുഭവപ്പെടുന്ന രീതിയിൽ വളരെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പോലെ ടൂറിസ്റ്റ് സാധ്യതകളെ കുറിച്ച് സാർ എന്ത് പറയുന്നു എന്നൊക്കെ ചോദ്യം എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എഴുതി കൊടുത്ത് ടൂറിസ്റ്റ് സാധ്യതകളെ കുറിച്ച് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം. പക്ഷേ നമ്മൾക്ക് എന്താ വെച്ചാൽ പ്രശ്നം വലിയൊരു കോൺഡിഷൻ വരും. കാര്യം ഇതേ വ്യക്തികളെ തന്നെ വളരെ വിമർശനാത്മകമായി സംസാരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആളല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വോട്ടായി മാറുകയാണെങ്കിൽ വലിയ മഹാഭൂരിപക്ഷത്തിന് ജയിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും കേരളത്തിലെ ആൾക്കാർ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യാൻ ഇതൊക്കെ അങ്ങനെയാണ് ഇതിപ്പോൾ ഞാൻ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ കൈരളി ഉള്ളതുകൊണ്ട് CPM എല്ലാ കാലം ജയിക്കണ്ടല്ലേ. കൈരളി കിട്ടുന്ന കൈരളിയുടെ എന്താ പറയുക പ്രേക്ഷകരുടെ എണ്ണം കുറയുന്നത് CPM പരിശോധിക്കാൻ എന്താ കാരണം എന്നുള്ള കാര്യം. ഇടതുപക്ഷ ആശയം പറയുന്ന പല ചാനലുകളിലേക്ക് ആൾക്കാർ പോകുന്നു, പക്ഷെ കൈരളിയിൽ പോകുന്നില്ല എന്നൊരു കാര്യം കണ്ട് അതെന്താണെന്ന് ഇവരൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ്. പക്ഷേ ഈ മാധ്യമങ്ങളുടെ പ്രകടമായ സ്വാധീനം അനുസരിച്ചിട്ട് ആണ് റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മാധ്യമങ്ങൾ അവരുടെ അജണ്ട സെറ്റ് ചെയ്യും, അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ അതനുസരിച്ചിട്ട് പ്രത്യേകം ദൃശ്യമാധ്യമങ്ങൾ അനുസരിച്ച് അങ്ങനെ ദൃശ്യമാധ്യമങ്ങളുള്ള ആൾക്കാർക്ക് ഉണ്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊന്നും അനുസരിച്ചല്ല കേരള റിസൾട്ട് ഉണ്ടാകുക. കേരളത്തിലെ ആൾക്കാർക്ക് അതിനൊക്കെ വിവേചന ബുദ്ധിയും ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ വലതുപക്ഷ ആശയം അത് ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുന്നു. വലതുപക്ഷ ആശയത്തിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാധീനവും അതിൻ്റെ അഭിപ്രായപ്പെടുന്ന അവസരവും കൊടുത്തിട്ടുള്ളത് BJP എന്ന നിലയ്ക്ക് മാത്രമല്ല, വലതുപക്ഷ ആശയം അവിടെ അവർ സ്ഥാപിച്ചിരിക്കും. അത് ഏത് നിലയ്ക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാര്യം അതിന് സ്പേസ് അവിടെ ഉണ്ടെന്നും ആ സ്പേസ് ഇങ്ങനെയാണെന്നും ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. അത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ഞാൻ ചോദിക്കുന്നത് അത് കൊടുക്കുന്ന ഇപ്പുറത്തുണ്ടോ? വേറെ എത്ര ഇടതുപക്ഷ വ്യത്യസ്ത ആശയങ്ങളുണ്ട്. ഇടതുപക്ഷത്തിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളുണ്ട്. അതിനൊക്കെ മാർജിനലൈസ് ചെയ്യും. അതൊന്നും വേറെ ശ്രദ്ധയിൽ വരില്ല.
അപ്പോൾ അതിന് അതിൻ്റെ സ്വാധീനമുണ്ട്. അതൊന്നും ഒരിക്കലും ശ്രദ്ധയിൽ വീഴുക, അതിന് പ്രസക്തി കൊടുക്കുകയും ചെയ്യില്ല. പക്ഷേ ഇതിന് കാര്യമായ പ്രസക്തി കൊടുക്കും. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങൾ. എനിക്ക് തോന്നുന്നു അവരിപ്പോൾ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് ഓടുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പുതിയ ടെക്നോളജി മാറ്റത്തിലൊക്കെ ഈ ചാനലുകളൊക്കെ എത്ര കാലം വിജയകരം ഓടുന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. ഈ പുതിയ ടെക്നോളജി മാറ്റം അനുസരിച്ച് ഇപ്പോൾ യൂട്യൂബ് കേന്ദ്രീകരിച്ചിട്ടാണ് ഇവർ പല ആൾക്കാരും റേറ്റിംഗ് പറയുന്നത്. പക്ഷേ നാളെ കേബിളിൻ്റെ സ്വാധീനം മാറാണല്ലോ. കേബിൾ മാറി ഇപ്പം നമ്മൾ സ്ട്രീമിങ്ങിലേക്ക് മാറുന്നത്. കേബിൾ ഇപ്പോൾ എല്ലാം വരുന്ന ആളൊരു വൈഫൈ കണക്ഷൻ്റെ ഒക്കെ അടിസ്ഥാനം എല്ലാവരും മറ്റു പ്ലാറ്റ്ഫോമുകളാണ് ചാനൽ ആശ്രയിക്കുന്നെങ്കിൽ ഈ ചാനലിൽ കിട്ടുന്ന സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. ആ സമയത്ത് എനിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ അടിച്ച് മുന്നേറാൻ സാധ്യതയുണ്ട്. കാര്യം അത് നിലയിലാണ് ഇരിക്കുന്നതുകൊണ്ട്. കാര്യം ഇപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് ചെയ്യാത്ത ടെക്നോളജിയുടെ പ്രശ്നം കൊണ്ടാണ്. കാര്യം കേബിൾ ശൃംഖല വഴിയാണ് ഇപ്പോഴും കേരളത്തിൽ ചാനൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ യൂട്യൂബിലെല്ലാം മത്സരിക്കുന്നത്. യൂട്യൂബിലൊക്കെ റേറ്റിംഗ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷേ യൂട്യൂബിലേക്ക് നാളെ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ ബദൽ മാധ്യമങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ പഠിച്ചു കയറാൻ സാധിക്കും. കാര്യം അവർക്ക് നല്ല പരിപാടികൾ നടത്താൻ സാധിക്കും. അവർക്ക് കുറച്ചും കൂടി ഫ്രീ ആയി തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഇപ്പം നമ്മുടെ മുമ്പിൽ ഉദാഹരണം ധ്രുവരാട്ടിയെ പോലെ ആൾക്കാർ തന്നെ അവരൊക്കെ ദൃശ്യമാധ്യമം ഈ മുഖ്യധാര മാധ്യമങ്ങൾ അടിച്ചു തരത്തി താഴെയിട്ട് അവർ ഉയർന്നു വന്നില്ലേ. അതുപോലെ വലിയ സഹായം നിലനിൽക്കുന്നുണ്ട്. അത് കേരളത്തിലും വൈകാതെ ഉണ്ടാവും. കാര്യം ദൃശ്യമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരോടുള്ള നമ്മുടെ സ്നേഹവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കാര്യം എല്ലാവരും തൊഴിലിന് വേണ്ടി അവരുടെ ആവശ്യം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഒരു രാഷ്ട്രീയം ദൃശ്യമാധ്യമം പ്രകടിപ്പിക്കുന്ന പ്രത്യേക രാഷ്ട്രീയമുണ്ട്. അതിനൊരു അപ്രമാദിത്വം കാണിക്കുന്നുണ്ട്. അത് അതിന് അത്ര വില പോകില്ല എന്നാണ് എൻ്റെ തോന്നൽ. അല്ല, ഒരു സംഘടന എന്നുള്ള രീതിയിൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മളിപ്പം പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ പോപ്പുമാർ പലപ്പോഴും പല പോപ്പുമാരായിട്ട് ഇപ്പം ഈ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള 2 പോപ്പുമാർ വളരെയധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പല ലൈംഗിക പീഡനത്തിൻ്റെ പേരിൽ, വംശീയ ഉച്ചാടനത്തിൻ്റെ പേരിലൊക്കെ മാപ്പ് പറഞ്ഞായിട്ട് ഇപ്പം പുതിയ പോപ്പാണെങ്കിൽ അധികവും ഒരു 2-3 മാസം കൂടുമ്പോൾ മാപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ CPM-ന് ശരിക്കും CPM-ൻ്റെ ഒരു ഘട്ടം വന്നിരിക്കുകയാണോ? കാരണം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ, പ്രത്യേകിച്ചും സ്വന്തം സഖാക്കളെ തന്നെ ഉന്മൂലനം ചെയ്തിട്ടുള്ള സംഗതികളെക്കുറിച്ച് ഒരു പരസ്യമാപ്പ്. കാരണം അത് നമ്മുടെ ഒരു രാഷ്ട്രീയ നയമല്ല. വടകരയിൽ സംഭവിച്ചത് പാർട്ടിയുടെ അറിവോടുകൂടിയോ അറിവില്ലായ്മയോടുകൂടിയോ സംഭവിച്ച ഒരു കൊലപാതകമാണെന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ കൊണ്ട് ചിലപ്പം CPM-ന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? നമ്മളൊക്കെ നോക്കേണ്ടത് മൻമോഹൻ സിംഗ് 84 സിഖ് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞ നിലപാടാണ്. അത് വലിയ അപ്പോളജിയാണ്. അത് കേരളത്തിൽ ഇന്ത്യയിലും വലിയ സ്വീകരിക്കപ്പെട്ടു. അത് വലിയ ആദരിക്കപ്പെട്ടു. അത്തരം ആദരവ് നേടാൻ ഒരു പാർട്ടിക്ക് അതീതമായിട്ടൊരു ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യം. പക്ഷെ അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യം മാറിപ്പോകുന്നതിന് സ്വഭാവമായിരിക്കും. ആ പാർട്ടി നമ്മൾ മനസ്സിലാക്കിയ സമ്പ്രദായ സ്വഭാവം ചിന്തിക്കുന്ന പാർട്ടിയായിരിക്കും വേറെ പ്രതികരിക്കാൻ. അത് എനിക്ക് തോന്നുന്നു അത്ര ചിന്തിക്കാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. കാര്യം അത് പലതും അതിന് അടച്ചു നിർത്തുന്നുണ്ട്. കാര്യം പല താല്പര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്, അവർക്ക് അടച്ചു നിർത്തുന്നത്. അപ്പോൾ അതൊന്നും അസാധ്യമായ കാര്യമുണ്ട്. കാര്യം ഇപ്പോഴും CPM അവകാശപ്പെടുന്നതിൽ പങ്കാളിത്തമില്ല എന്നുള്ളതാണ്. അതിൽ പങ്കാളിയായിട്ടുള്ള അവരുടെ ഒരു പ്രതിസ്ഥാനത്ത് കുറ്റവാളിയെ കോടതിനെ കണ്ടെത്തിയ കുഞ്ഞനന്തൻ പ്രതിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബൂഷോ കോടതി വിധി അംഗീകരിക്കണം. അപ്പോൾ അതിൽ പിന്നെ പറയുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ. കാര്യം ഇതൊന്നും ചെയ്ത ആൾക്കാർ. പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് ഈ സ്റ്റിക്കർ ഒട്ടിച്ച സംഭവം, ഇങ്ങനെയൊക്കെ ആ കൊലപാതകത്തെ വക്രീകരിക്കാനും അതിൻ്റെ പുറത്തുതന്നെ ഉണ്ടാക്കിയപ്പോൾ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതിനൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. സംഭവം സീരിയസ് ആയ വിഷയമാണ്. പക്ഷേ മറ്റൊരു തലമുറ, ഇപ്പോഴത്തെ തലമുറ നേതാക്കളല്ല, മറ്റൊരു തലമുറ നേതാക്കൾ ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ സന്ദർശിക്കേണ്ടി വരികയും പുനർചിന്തിക്കേണ്ടി വരികയും അഭിപ്രായം രേഖപ്പെടുത്തേണ്ടി വരുന്ന കാലഘട്ടം ഉണ്ടാവും, എനിക്ക് സംശയമില്ല. അല്ല, ഈ തലമുറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യായുസ്സിനകത്ത് വരുന്ന തലമുറ എന്നുള്ള ഇതിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നില്ലേ? കാരണം ഇപ്പോൾ ഉള്ള തലമുറയല്ല, അടുത്ത തലമുറ എന്ന് പറയുമ്പോഴും നമുക്ക് കാണുമ്പോൾ അങ്ങനെ തുറന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുന്നില്ല നേതൃനിരയിൽ. അപ്പോൾ ഏതായിരിക്കും അങ്ങനെ ഒരു സംഭവമൊക്കെ രൂപപ്പെടുന്നവരെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതുപോലെ നിലനിൽക്കും? അങ്ങനെയല്ലോ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 84 ശേഷം മൻമോഹൻ സിംഗ് നേതൃത്വത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് സ്വഭാവം മാറുന്നു. തിക്താനുഭവങ്ങൾ മനുഷ്യനെ പലതരത്തിലും കാലപരിസന്ധികളും നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ വരുമ്പോൾ ഏത് നേതൃത്വമാണ് പുതിയ ആൾക്കാരൊക്കെ ഇതിൽ അകത്ത് വരുന്ന പുതിയ ആൾക്ക്. ഇപ്പോൾ ബംഗാളിൽ തന്നെ നമ്മൾ കാണുന്നത് എന്താണ്? CPM-ന്റെ പുതിയൊരു നേതൃത്വരാ ആണ് അതിന് നയിക്കുന്നത്. അവർ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ നയിക്കണം. എനിക്ക് തോന്നുന്നു അതിന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. ബംഗാളിൽ എന്ത് തന്നെ തൃണമൂൽ കോൺഗ്രസ് അവരുടെ പ്രവർത്തനം വിജയിച്ചിട്ടുണ്ടായിരിക്കാം, BJP വിരുദ്ധേക്ക് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ CPM-ഓടെ വലിയ തോതിൽ പുതിയ ചെറുപ്പക്കാർ തിരിച്ചു വരുന്നതിനാണ് ഞാൻ പ്രതീക്ഷ. കാര്യം അതിൻ്റെ അത് തുടക്കമാണത്. കാര്യം അവർ ബിഗിനിങ് ഫ്രം ദ സ്ക്രാച്ച് തന്നെ വീണ്ടും. അത്ര തലമുറ കേരളത്തിൽ വരാതിരിക്കില്ല. കാര്യം അങ്ങനെ തലമുറ വരികയും അത് പെട്ടെന്നാണ് കടന്നു വരിക. ചരിത്ര സാഹചര്യങ്ങൾ അത്ര തലമുറയിലേക്ക് എത്താനുള്ള സാധ്യത. അവർക്കിതൊക്കെ പുനഃസന്ദർശിക്കേണ്ടി വരും, റീവിസിറ്റ് ചെയ്യേണ്ടി വരും. അവർ പറയുകയും ചെയ്യുന്ന എനിക്കുണ്ട് പല കാര്യങ്ങളും പറയാൻ അവർ നിർബന്ധമാവുകയും അവർ ആത്മാർത്ഥമായ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ശുഭപ്രതീക്ഷകളാണ്. പക്ഷേ ഇപ്പം നിലവിലുള്ള ഘടന അനുസരിച്ച് അതൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തൊരു രാഷ്ട്രീയ സംവിധാനമാണുള്ളത്. അപ്പോൾ അത് എന്ത് തെറ്റും അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഒരു തെറ്റുകളും പബ്ലിക് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യം പോലും നിരാകരിക്കുന്ന പ്രവണത കാണാം. അതാണ് നമ്മൾ ഈ ഇടതുപക്ഷത്തോടെ ഏറ്റവും ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഇടതുപക്ഷക്കാരൻ എന്ന് വിളിക്കാവുന്ന സഭാപിതാവിനേക്കാളും കൂടുതൽ ഇടതുപക്ഷക്കാരൻ, എല്ലാവരും ഇടതുപക്ഷക്കാരൻ വിളിക്കുന്ന ഫാദർ കുർലോസിനുള്ള പ്രതികരണം നമ്മൾ കാണിക്കുന്ന അതൊക്കെ നമ്മുടെ ഒരു തരത്തിലൊരു ഷോക്കിന് പ്രതികരണം. ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര നന്നായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാം.
ഒരു വിമർശനത്തോട് എത്ര നന്നായി റെസ്പോണ്ട് ചെയ്യാം, എത്ര നന്നായിട്ട് അത് ആ റെസ്പോൺസ് തന്നെ ഒരു മാറ്റമാണ്. പക്ഷേ അതിന് പകരം ഞാൻ വീണ്ടും പഴയ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് എനിക്കൊരു കേരള സമൂഹത്തോട് കാണുന്നൊരു കേരള സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ തന്നെ ഒരു മനസ്സിൽ വലിയ മാറ്റം വരാറുണ്ട്. അത് കുറച്ചുകൂടി അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ടൊന്ന് പറയണം തോന്നുന്നു. കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ 3 നമ്മൾ സാധാരണഗതിയിലും മീഡിയ പോലും അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിനെതിരായിട്ടൊരു വലിയ ക്യാമ്പയിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്, അതായത് മുഖ്യധാര ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ട്, CPM പ്രത്യേകിച്ചും. പക്ഷേ MD വാസുദേവൻ നായർ തുറന്നെതിർത്തു. രാമേന്ദ്ര ഗുഹ കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്ന ദിവസം എതിർത്തു. ഇപ്പോൾ ഈ സഭാ അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ഇത് വരികയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, വിശാല ഇടതുപക്ഷം എന്ന് പറയാവുന്ന ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ. ഇവരുടെയൊക്കെ രാഷ്ട്രീയം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു മാറി ഉള്ള ഒരു ചിന്ത ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽസിൻ്റെ ഇടയിൽ നിന്ന് രൂപപ്പെടുന്നുണ്ട്. അതിനെയും CPM കാര്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യണ്ടേ? തീർച്ചയായും അഡ്രസ്സിന് ഒരുപാട് കാര്യങ്ങൾ CPM നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM ഇത് ഈ പിണറായിയുടെ ഈ 2026 സർക്കാർ 2027 പീരീഡ് തീരാണ്. 2026 അപ്പുറം എത്രയോ ദശകങ്ങൾക്കപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെയുണ്ടാകും വിഭാവനത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ദീർഘകാല പദ്ധതി കാണാം. 1000 കൊല്ലം എന്നാണ് ഹിറ്റ്ലർ തേർഡ്രിക്കിനെ കുറിച്ച് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി പ്രസംഗത്തിനിടയിൽ എവിടെയോ 1000 കൊല്ലത്തെ ശേഷം. അപ്പോൾ ഇവിടെ ഒരു 10 കൊല്ലത്തപ്പുറം കാണാൻ പറ്റുന്ന ഇടതുപക്ഷമാണ്. എന്തായിരിക്കും 10 കൊല്ലത്തിനപ്പുറം അത്രയും സൃഷ്ടിയായി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ദീർഘകാലത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു വിഷനുള്ള പാർട്ടിയാണ്. വിഷൻ അതിൻ്റെ ഐഡിയോളജിക്കൽ വിഷൻ സോവിയറ്റ് യൂണിയനിലും സംഭവിച്ചില്ല കേട്ടോ. കാരണം ഒരു മനുഷ്യായുസ് പോലും കാണാൻ അവർക്കും പറ്റില്ല. പക്ഷേ ഐഡിയോളജിക്കൽ വിഷൻ വേണമല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഐഡിയോളജിക്കൽ വിഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്നത്തേക്കുമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയല്ല, പക്ഷേ അതൊക്കെ ചരിത്രപരമായിട്ട് കാര്യങ്ങളോട് പ്രതികരിച്ചു തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഈ MTയുടെ വിമർശനം ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള വിമർശനമാണ്. ഫാദർ കുർലോസ് അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം തൻ്റെ ഇടതുപക്ഷ വിശ്വാസങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ ആവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. കാര്യം എനിക്ക് തോന്നുന്നു MT വാസുദേവൻ അത്തരം ഒരു ജാതിയെക്കുറിച്ച് MT വാസുദേവൻ അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടില്ല, സാമൂഹികതയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് കേട്ടില്ല. അധികാരം വിമർശനം നടത്താറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കൃത്യമായിട്ട് ഓരോ നിലപാടുകളും ഇടതുപക്ഷത്തോടും ഐക്യപ്പെടുകയും ആ നിലപാട് ആവർത്തിക്കുന്ന ആളാണ്. അങ്ങനെയാണ് നടത്തിയ വിമർശനം. ആ വിമർശനത്തോട് നമുക്ക് 2 തരം റെസ്പോണ്ട് ചെയ്യും. ഒന്ന് ഈ പറഞ്ഞ നിരാകരിക്കാം, വളരെ മോശമാണ്. മറ്റു രീതിയിൽ ആ വിമർശനം ഉൾക്കൊണ്ട് പറയുമ്പോൾ അത് തന്നെ ഒരു വലിയ മാറ്റമാണ്. അത് തന്നെ കൊടുക്കുന്ന സന്ദേശം ഒരു ആത്മപരിശോധനയുടെയും അതൊരു വലിയ റിലീഫാണ് കൊടുക്കുന്നത്. കാര്യം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ളത് ഇതെല്ലാം അടച്ചു കളയുന്ന വിമർശനമാണെങ്കിൽ ഈ ഡോറ് ക്ലോസ് ചെയ്യുന്നത് അർത്ഥമുള്ളത് അത് ആരോടെ ഡോറ് ക്ലോസ് ചെയ്യുന്ന ഇടതുപക്ഷം ഒപ്പം നിൽക്കുന്ന ആൾക്കാരോട്. അതൊക്കെ ഒരു ഭാവി രാഷ്ട്രീയം സംബന്ധിച്ചോളം വലിയ ഒട്ടും തന്നെ ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതിനോടൊക്കെ തന്നെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അടച്ചു കളയുക, വിമർശനങ്ങൾ അടച്ചു കളയുക, ഒരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുക. ഇത് എത്ര കാലം നിലനിൽക്കും എനിക്ക് തോന്നുന്നില്ല. അല്ല, നിലനിൽക്കുന്നതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ 2 ബൈ ഇലക്ഷൻ ഇപ്പോൾ 2 ബൈ ഇലക്ഷൻ നടക്കാൻ പോകണം. നമ്മൾ 2 ഒരു സീറ്റ് ജയിച്ചു എന്ന് വരും. ഒരു സീറ്റ് വെച്ചാൽ ആ സീറ്റിനെ പുറത്തെ ക്ലെയിം ഉണ്ടാവാം, ഞങ്ങളുടെ സീറ്റ് ജയിച്ചു കണ്ട എന്ന് പറയും. പക്ഷെ അതല്ല, അതിൻ്റെ ഒരു അടിത്തറ ഭദ്രമായിരിക്കുന്നു. 1% കുറഞ്ഞത്. ഇങ്ങനെയുള്ള മറുപടികളാണ് പറയുന്നത്. ഇതിനൊക്കപ്പുറം ഇൻട്രോസ്പെക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കാണാനും. അപ്പോൾ ഇവരൊക്കെ അവകാശപ്പെടുന്ന മാർക്സിസ്റ്റുകളിൽ നിന്നാണ്. മാർക്സിസ്റ്റുകളിലായിരിക്കെ അതിൻ്റെ അകത്തൊരു കാഴ്ചപ്പാടുണ്ടാവും. ലിബറൽ പാർട്ടിയല്ലല്ലോ. അപ്പോൾ അതിനൊരു ദീർഘ രാഷ്ട്രീയം എന്താണെന്നുള്ള പറയാൻ അന്വേഷിക്കാൻ അവർക്ക് പറ്റാതിരിക്കുന്നത് അവരെപ്പോഴും അത് കൈയൊഴിഞ്ഞതിൻ്റെ പ്രശ്നം തന്നെയായിരിക്കണം. ഇങ്ങനത്തെ ഒരു സാധനം അവർക്കില്ല. ഈ താൽക്കാലിക ഒരു സംവിധാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, ഈ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാര്യം കൊണ്ടുപോകാനപ്പുറം കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടായിരിക്കണം. ഈ താൽക്കാലികമായ അഡ്ജസ്റ്റുകളെ പറ്റി സംസാരിക്കും. 2 കാര്യങ്ങൾ നമുക്കൊന്ന് നാഷണൽ ലെവലിലെ കാര്യം സംസാരിക്കണം. രണ്ടാമത്തത് ഇപ്പോൾ രൂപപ്പെട്ട് വന്നിരിക്കുന്ന ഇപ്പോൾ ഇലക്ഷന് ശേഷം ഈ പറഞ്ഞ ആശങ്കകളൊക്കെ ഉണ്ടായി. ഇലക്ഷൻ വോട്ട് ചെയ്ത പോലെ ആയിരുന്നില്ല ഇലക്ഷൻ റിസൾട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ ജനവിഭാഗം മുഴുവൻ ചിന്തിച്ചത്. ഒരു 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയാലും കുഴപ്പമില്ല, എന്നാലും BJP പുറത്ത് നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ച വലിയൊരു സമൂഹമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇപ്പം നോക്കുകയാണെങ്കിൽ വീണ്ടും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റമൊന്നും രാഷ്ട്രീയമായിട്ട് അവരെന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നതായിട്ട് കാണുന്നില്ല. CPM ആണെങ്കിൽ എല്ലാത്തിനെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു LDFന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. ഇത് അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഈ സാധാരണ മനുഷ്യർ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ വരാൻ പോകുന്നത്. കാരണം വയനാട്ടിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അന്ന് തന്നെ വലിയ പ്രശ്നമായിരുന്നു. കാരണം ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതി അംഗമാണ് അനി രാജ ഇവിടുന്ന് പോയിട്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒന്നിച്ചാണ് മാർച്ച് ചെയ്യുന്നത്, മുന്നേറ്റം നടത്തുന്നത്. അപ്പം ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ ഈ വോട്ട് ചെയ്യുന്നത്. കാരണം അനി രാജ ഞങ്ങളെ ശത്രുവൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു നിലപാടോട് തന്നെ. പക്ഷെ ഇപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് ഇത് ഉപേക്ഷിക്കണം. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ അനി രാജയെ നിർത്തുകയാണെങ്കിൽ മറ്റാരാണെന്നുള്ള ചർച്ച പോലും വരുന്നത് അത് പ്രിയങ്കയാണോ അങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഈ BJP ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങളിലൊന്ന് വീണ്ടും ഇവിടെ LDFും അല്ലെങ്കിൽ ഇവിടെയുള്ള സ്വതന്ത്ര ഇടതുപക്ഷം ഒക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ വീണ്ടും ഈ ഇലക്ഷൻ തന്നെയല്ലേ വരാൻ പോകുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെയാണ് BJPയുടെ വാദമൊക്കെ അവരുടെ സമരം ഇത് രണ്ടും ഒന്നാണ് ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയുന്നത്. അത് ഒരു ചില കോൺട്രഡിക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യ മൊത്തം എടുക്കുകയാണെങ്കിൽ BJPയുടെ പ്രിൻസിപ്പൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് BJP വേഴ്സസ് ഡെമോക്രസിയാണ്. അപ്പോൾ ഡെമോക്രസി സംരക്ഷിക്കാൻ വേണ്ടി
ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വസിക്കുന്ന പാർട്ടികൾ ഒരുമിച്ച് വരും. പക്ഷേ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനം, സംസ്ഥാനത്തിൽ അവരുടെ വോട്ട് രാഷ്ട്രീയമുണ്ട്, അവരുടെ തെരഞ്ഞെടുപ്പുണ്ട്, അവർക്ക് അധികാരം ബന്ധപ്പെട്ട അവരുടേതായ, അപ്പോൾ അവിടെ ചില കോൺട്രഡിക്ഷൻ വേറെ രീതിയിൽ പ്ലേ ഔട്ട് ചെയ്യുക. പക്ഷേ അവരുടെ ഐഡിയൽസും ആശയവും അവർ നിൽക്കുന്നതിന് ഒന്നായിരിക്കും. അതിനകത്ത് ഫ്രണ്ട്ലി മാച്ച് ഒന്നല്ല, ഒരു ഫ്രണ്ട്ലി മത്സരം എന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് രണ്ട് മത്സരിക്കുക തന്നെയാണ്. കാര്യം കേരളത്തിന്റെ അധികാരം അതിൻ്റെ അകത്തുണ്ട്. ഒരിക്കലും ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നില്ല. കാരണം ഏറ്റവും ശത്രുതാപരമായിട്ട് തന്നെയാണ് LDF UDF മത്സരിച്ചത്. BJP പ്രൊജക്ട് ചെയ്യുന്നവർക്ക് മത്സരം BJP കയ്യിൽ നിന്ന് 4 വോട്ട് കിട്ടും, അത് കിട്ടുന്നില്ല. അതൊന്നും അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വോട്ട് കിട്ടി, അതും കിട്ടുന്നില്ല. അപ്പോൾ തൃശ്ശൂർ വിജയം വേറെ രീതിയിൽ കാണും വേണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബന്ധപ്പെട്ട ഒരു രണ്ട് കാഴ്ചപ്പാടിന് 2 തരത്തിലുള്ള ജനവിഭാഗമുണ്ട്. രണ്ട് തരത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ രാഷ്ട്രീയം, മുസ്ലിം ലീഗ് പോലെ രാഷ്ട്രീയം UDF-ൻ്റെ കൂടെ നിൽക്കുന്ന, മുസ്ലിമിന് ഒരു സമീപനമുള്ള, മുസ്ലിം ലീഗ് LDF-ൻ്റെ കൂടെയല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വലിയ വ്യത്യാസങ്ങൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ആ മത്സരം വളരെ സ്വാഭാവികമാണ്. അപ്പോൾ വയനാട് വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പിൻവലിക്കുന്നു എന്നതുകൊണ്ട് വയനാട് കോൺഗ്രസ് നാളെ തോൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആസ് മുസ്ലിം ലീഗിന് വലിയ വോട്ടുള്ള സ്ഥലമാണ്. മുസ്ലിം ലീഗ് ആ ലോക്സഭാ സീറ്റ് തന്നെ ആവശ്യപ്പെട്ടതാണ്. അതിന് കൊടുക്കുമോ എനിക്കല്ല, കൊടുത്താൽ പക്ഷേ BJP അടുത്ത ക്യാമ്പയിന് അവസരമായി രാഹുൽ ഗാന്ധിക്ക് മുസ്ലിം ലീഗ് സീറ്റ് കൊടുത്തിരിക്കുന്നു എന്ന് അവകാശമുള്ളതായിരിക്കും. അങ്ങനെ മുസ്ലിം ലീഗിനെ പ്രതിനിധിപ്പെടുത്തുന്നതുകൊണ്ട് സത്യത്തിൽ ലീഗ് പ്രതിനിധിപ്പെടുകയാണ്. പക്ഷെ അവിടെ അത് തിരിച്ച് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ഈ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കോൺഗ്രസ് കാൻഡിഡേറ്റ് ബെറ്റർ ഒരു പ്രതിസന്ധി ഇല്ലേ? നമ്മളിപ്പം പറയുന്നുണ്ട്. കാരണം ഇപ്പം ആൻറ്റി ഇൻകംബൻസി വോട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ എതിർപ്പ് ആണ് വോട്ടായി മാറിയതെന്നൊക്കെ നമ്മളൊരു ഭാഗത്ത് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഇവിടെ രൂപപ്പെടുന്ന പ്രതിസന്ധി എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ പറ്റുക? അതായത് ശരിക്കും അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. കാരണം എന്തായാലും BJP അതൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടുവരുന്നുള്ള ഉറപ്പാണ്. കാരണം കണ്ടോ, നിങ്ങൾ മത്സരിപ്പിച്ച 2 ആൾക്കാരുടെ വീണ്ടും മത്സരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. BJP വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നത് ജോർജ് കുര്യനെ വയനാട് മത്സരിപ്പിച്ച് പരീക്ഷിക്കാവുന്നതാണ്. കാര്യം BJP പറയുന്നതനുസരിച്ച് ഇപ്പോൾ സുരേഷ് ഗോപി കിട്ടിയ വോട്ടാണ് ജോർജ് കുര്യൻ മത്സരിക്കുകയാണെങ്കിൽ BJPക്ക് വോട്ട് കിട്ടണമാണല്ലോ. BJP കാണിക്കുമെന്ന് കാണും. അങ്ങനെ BJP ജോർജ് കുര്യൻ മത്സരിച്ച് തോൽക്കുകയാണെങ്കിൽ സ്ഥാനം ഒഴിയേണ്ടി വരും ചെയ്യും. സ്വാഭാവികമായിട്ട് സ്ഥാനം ഒഴിയുന്നതാണ് അതിൻ്റെ ധാർമ്മികത. ഒഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം മത്സരങ്ങളൊക്കെ BJPക്ക് അങ്ങനത്തെ കരുത്താണ് BJP തെളിയിക്കേണ്ടത്. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്ന കോൺഗ്രസിന് ആ മണ്ഡലത്തിൻ്റെ പൊതുസ്വഭാവം വെച്ചുകൊണ്ട് UDF-ന് മേൽക്കൈയുള്ള മണ്ഡലമായതുകൊണ്ട് UDF തന്നെ തിരിച്ചു വരാൻ സാധനം. പക്ഷേ ഇതൊക്കെ ഒരു വിമർശനമാണ് നിൽക്കും. പക്ഷേ ഈ LDF-ന് ഈ പരാജയം, കേരളം നേരിട്ടൊരു പരാജയത്തിൽ അവിടെ മത്സരിച്ചൊരു നല്ല കാൻഡിഡേറ്റ് CPI-ക്ക് കൊടുക്കും. CPI കൊടുത്താൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, ജയിക്കാനുള്ള പരീക്ഷയുണ്ട്. UDF-നെ റീറ്റെയിൻ ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, അത്തരം ഒരു വൈരുദ്ധ്യം കേരളത്തിലുണ്ടെങ്കിലും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ BJP വേഴ്സസ് ഇവരാണ്, അതൊരു വസ്തുതയാണ്. പക്ഷേ എന്നാലും കേരളത്തിനകത്ത് രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് CPI-യും കോൺഗ്രസ് തമ്മിലുള്ള, അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു മത്സരം. അത് ഈ വയനാട്ടിലെ ജയം നമ്മുടെ കേരള രാഷ്ട്രീയം ബാധിക്കുന്നതാണല്ലോ. ഉദാഹരണം നമ്മൾ പറയുന്നത് ഈ 18 സീറ്റിൽ UDF ജയിച്ചത് ഗവൺമെന്റിനോടുള്ള എതിർപ്പത്തിന്റെ ഘടകമാണെങ്കിൽ UDF-നോട് വലിയ അനുകൂലമായിട്ടുള്ള വിധിയൊന്നും ആവണമെന്നില്ല. എങ്കിൽ UDF-നാണ് ക്ലെയിം അതിന്റെ പുറത്ത്. അപ്പോൾ കേരള രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുമെന്നാണ് പറയുന്നത്. കാര്യം നമ്മുടെ തെരഞ്ഞെടുപ്പ് വിശകലനം നോക്കിയാൽ 110 സീറ്റിൽ LDF-ന്റെ പോയി. അപ്പോൾ കേരള രാഷ്ട്രീയ ആൾക്കാർ നോക്കും. അതുകൊണ്ട് വയനാടും ദേശീയ തെരഞ്ഞെടുപ്പാണെങ്കിലും, ദേശീയ തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ ആണെങ്കിലും കേരളത്തിനും കൂടി പ്രതിഫലിക്കുന്നതുകൊണ്ട് ഇവർക്ക് മത്സരിച്ചേ നിവൃത്തിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ ഒരു തോന്നൽ UDF-ന്റെ മേൽക്കീഴിൽ അവിടെ തന്നെ ജയിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രിയങ്ക മത്സരിക്കുക എന്നുള്ളതാണ്. പ്രിയങ്ക മത്സരിക്കുക എന്നുള്ളത് കണ്ടറിയണം. പ്രിയങ്ക മത്സരിക്കേണ്ട എനിക്ക് ആവശ്യമൊന്നുമില്ല. പ്രിയങ്ക റായ്ബറിലോ ഉത്തർപ്രദേശ് തന്നെയാണ് ഇനി മത്സരിക്കേണ്ടത്. കാര്യം അവിടെ തന്നെ ശ്രദ്ധയായിരിക്കും. വയനാട് എന്നല്ല. വയനാട് കോൺഗ്രസ് മറ്റൊരാളെ പരീക്ഷിക്കാവുന്നതാണ്. കേരളത്തിനകത്തുള്ള നല്ല നേതാക്കൾ തന്നെ പരീക്ഷിക്കേണ്ടതെന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ ഇന്ത്യയിൽ ഇപ്പം രൂപപ്പെട്ടു വന്നിരിക്കുന്ന നമുക്കറിയാം, വീണ്ടും അതേ ഭരണ തുടർച്ച തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയാണ് ഭരിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത് RSS-ന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ഒന്നും കൂടി ശക്തമാവുന്ന രീതിയിലായിരിക്കും. കാരണം വെച്ചാൽ പ്രത്യേകിച്ചും BJP അധ്യക്ഷൻ മാറി വരാൻ പോവുകയാണ്. എന്തായാലും RSS-ന്റെ ഒരു പിടിമുറുക്കം കൂടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ രീതിയായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പം ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള രീതിയിൽ ഇപ്പം സെലക്ട് കമ്മിറ്റിയിൽ, പാർലമെൻറ്റിനകത്തുള്ള പ്രത്യേകിച്ചും ലോക്സഭയ്ക്കകത്തുള്ള സെലക്ട് കമ്മിറ്റിയിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒക്കെ റെപ്രസെൻറ്റേഷൻ കൂടും. പ്രത്യേകിച്ചും ഇന്ത്യക്കുള്ള റെപ്രസെൻറ്റേഷൻ കൂടും. പിന്നെ സ്പീക്കറാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി അനുമതി കൊടുക്കുമ്പോൾ ഒരു 26 മിനിറ്റെങ്കിലും കൊടുക്കേണ്ടി വരും. ഇന്ത്യ മുന്നണിയെ പ്രതിനിധിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും നമ്മളൊരു വലിയ പ്രതീക്ഷ പുലർത്താനുള്ള സമയമായിട്ടുണ്ടോ ഇന്ത്യയിലൊരു വലിയ BJP ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കാണിക്കുന്ന BJPക്ക് പല സ്ഥലങ്ങളിലും സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. BJPയുടെ വോട്ട് ശതമാനം വളരെ കൂടിയിട്ടുണ്ട്. പല സ്ഥലങ്ങൾ സൗത്ത് ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് ഒഴിച്ചാൽ പല സ്ഥലങ്ങളിലും കൂടിയിട്ടുണ്ട്. മധ്യപ്രദേശ് പിടിച്ചു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, BJPയുടെ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്നുള്ള ജനാധിപത്യത്തിൽ പിൻവാങ്ങി എന്നൊക്കെ പറയുന്ന അസംബന്ധമാണ്. കാര്യം അത് വളരെ സ്ട്രോങ് ആയി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJPക്ക് നേരിട്ട് സെറ്റ് ബാക്ക് അത് ഇന്ത്യ മുന്നണി കോൺഗ്രസിലേക്കാണ് ഇന്ത്യ മുന്നണി തന്നെ മത്സരിച്ചത്. NDA-ക്കാളും ഇന്ത്യ മുന്നണിയിലേക്കാണ് നേരിട്ടത്. കാര്യം ഉത്തർപ്രദേശൊക്കെ. അപ്പോൾ ആ നിലയ്ക്ക് 237, 240 അതൊരു നിർണായക ഘടകം തന്നെ. അപ്പോൾ ആ നില ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്.
അതാണ് ഇന്ത്യ എന്നുള്ള പേര് തന്നെ. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല, അതൊരു ഒരു പ്രതിരോധ രാഷ്ട്രീയമായിരുന്നു. പക്ഷേ NDA അങ്ങനെയല്ല. കാരണം ഇപ്പോഴും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവൊക്കെ മാറുന്നതിനെ കുറിച്ച് ആൾക്കാർ അന്വേഷിക്കുന്നത്. BJP ആ നിലയിൽ വലിയ സെറ്റ് ബാക്ക് നേരിട്ടുണ്ട്. അവരിത്രയും വലിയ ക്യാമ്പയിൻ കൊണ്ടുപോയിട്ട് പോലും വലിയ സെറ്റ് ബാക്ക് നേരിട്ടു. പക്ഷേ അതുകൊണ്ട് BJP കേരള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് സ്വാധീനം കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ മോഹൻ ഭഗവത് ഉന്നയിച്ച വിമർശനം എനിക്ക് തോന്നുന്നു അത് പരിവാറിന് അത് ആൾക്കാർ വല്ലാതെ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട്. RSSനെ സംബന്ധിച്ചുള്ള RSSന് അധികാരം ഈ BJP ഒരുപക്ഷെ എനിക്കറിയില്ല, ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ ഒരുപക്ഷെ പറയുക BJP ആയിരിക്കും ഞാൻ കൂടുതൽ വിശ്വസിക്കുക. കാര്യം BJPക്ക് എന്തൊക്കെ തന്നെ ഇലക്ഷൻ അനുസരിച്ച് ജനങ്ങളുടെ വോട്ട് പിടിക്കണം. RSS എന്ന് പറഞ്ഞ സാംസ്കാരിക സംഘടന അവിടെ നിയന്ത്രിക്കുകയാണല്ലോ ചെയ്യുന്നത്. ജനങ്ങളിൽ എന്ത് ബന്ധം? അവരെന്ത് ചെയ്യും? അതുകൊണ്ട് BJPക്ക് തന്നെ ആ നിലയ്ക്ക് അപ്രമാദിത്വം വേണ്ടത്. കാര്യം ആ നിലയിൽ പക്ഷേ BJPക്ക് അപ്രമാദില്ല. RSSൻ്റെ തിരിവനുസരിച്ച് അവർ തിരിക്കുന്നതനുസരിച്ച് BJP പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ നരേന്ദ്രമോദി അപ്രമാദിത്വം അംഗീകരിക്കാൻ പറ്റാത്ത ചില ബ്രാഹ്മണ യുക്തികൾ അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്നു ഈ RSSന് വിമർശനം വലിയ പ്രസക്തിയൊന്നുമില്ല. കാര്യം അവരകത്തുള്ള പ്രശ്നം അവർ പറഞ്ഞ് അവരുടെ അധികാരം കൂടുതൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി വരുന്ന ഗവൺമെൻറ്റിൽ അതിനെക്കുറിച്ചുള്ള തർക്കവിതർത്തല്ല. അപ്പുറത്ത് പബ്ലിക്കിന് ഡിബേറ്റ് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ BJPയുടെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ സംഭവമല്ല. പക്ഷേ എന്നാൽ സമയം തന്നെ പ്രതീക്ഷ ഉയർന്നതിൽ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് വരാൻ പറ്റും. പ്രതിരോധത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിന് ചെറുത്തിൽപ്പ് രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് തന്നെ വരുന്നത്. എന്നതുകൊണ്ട് ഇത് ഇവർ ഇല്ലാതായി എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം, ഇനി നമ്പർ ഗെയിം മാത്രം നോക്കുകയാണെങ്കിൽ 237 നിസ്സാര ബുദ്ധിമതി. അത് അവിടുന്ന് ആൾക്കാർ വരികയാണെങ്കിൽ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റും. BJP താഴെ പോകേണ്ടി വരും. ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അസാധ്യമായ. ഇവിടുന്ന് അങ്ങോട്ടും പോകും. അതാണ് ഏറ്റവും പേടിക്കേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് മാൻഡേറ്റ് നമുക്ക് അനുഭവങ്ങളുണ്ട്. മാൻഡേറ്റുകൾ ബ്രേക്ക് ചെയ്തിട്ട് കൊണ്ടുണ്ട്. പക്ഷേ പഴയ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. കാര്യം എന്നൊക്കെ സാമ്പത്തിക ഇടപാടൊക്കെ വേണമല്ലോ ഉള്ളത്. അത് പഴയ പോലെ അത്ര എന്താ പറയുക കാര്യം നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ പല ആൾക്കാർ BJP ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നതാണ്. DMK ആണെങ്കിലും മമതയാണെങ്കിലും കോൺഗ്രസ്സുകാരുമായി മാത്രമല്ല, പിന്നെ അഖിലേഷ് യാദവ് ആണെങ്കിലും ഇവരൊക്കെ ഡയറക്റ്റ് കൺഫ്രണ്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളത് പ്രായോഗികമായിട്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ NCP ഒഴിച്ചാൽ ബാക്കിയുള്ള ശിവസേന NCP ഒഴിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഡയറക്റ്റ് കൺഫ്രണ്ടേഷനാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ ശിവസേനയുടെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ആ ഒരു കൺഫ്രണ്ടേഷൻ്റെ അകത്ത് അവർ അപ്പുറത്തേക്ക് പോകുന്നുള്ളത് താൽക്കാലികമായി നമുക്ക് ആലോചിച്ചാൽ, അതേസമയം JDUവിനും TDP ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. കാര്യം അവർ ഇവരെ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ഇല്ല. ഈ കോൺഗ്രസ് ഡയറക്റ്റ് കൺഫ്രണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഒരു കോൺടാക്സിനകത്താണ് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയമല്ലേ. ഇന്ത്യൻ രാഷ്ട്രീയം എന്തൊക്കെ ഉരുതിരിഞ്ഞു വരുന്ന കാര്യം. ഇവരൊക്കെ തന്നെ സാമ്പത്തിക താല്പര്യം വലുതുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. ഇപ്പം ദേവഗൗഡ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. CPM ഒക്കെ എത്രയോ കാലത്ത് വാഴ്ത്തിയ പ്രധാനമന്ത്രിയാണ്. സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലുതായിരുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ BJP കാര്യം സെക്യുലറിസം സോഷ്യലിസത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ തന്നെയാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ അംഗങ്ങളുമാണ്. ദേവഗൗഡയുടെ ആൾക്കാർ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഈ ആൾക്കാരാണ് സെക്യുലറിസത്തിനും സോഷ്യലിസത്തിനും വേണ്ടി നിലനിന്ന ദേവഗൗഡയുടെ ഫാമിലിയാണ് ഇപ്പോൾ അവിടെ പോയി NDAയുടെ കൂടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് സംഭവിക്കുക. അതുപോലെ നിങ്ങളുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൂടുന്നില്ല. എങ്കിലും ഈ റിസൾട്ട് തരുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ആ ഒരു സമാധാനം ഉണ്ടല്ലോ. അന്ന് ഉദാഹരണത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഈ എക്സിറ്റ് പോളിൻ്റെ സമയത്ത് സംസാരിച്ചതിനെക്കാട്ടും ഒരു തുറന്ന വായുവിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നില്ല. തോന്നുന്നുണ്ട്. കാരണം അല്ലേ? സംശയമില്ല. ഞാൻ വേറെ നമ്മളായിരിക്കും ഇപ്പോൾ എന്നെ വ്യത്യസ്തമായൊരു നമ്മുടെ ഒരു മുസ്ലിം സുഹൃത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ JNUവിലൊക്കെ പഠിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഇത് വൻ വിജയമാണ്. പക്ഷേ ആശ്വാസദായക കാര്യം പലതരത്തിലും പലതരത്തിലുള്ള പ്രശ്നം നേരിട്ടുണ്ട്. കാര്യം എന്താ പറയുക, ഹ്യൂമിലിയേഷൻ അതുപോലെ തന്നെ ഒരുപക്ഷെ അറ്റാക്ക് പലതരത്തിൽ എവിടെ നിന്നും ഇതാക്കാം. ഒരു മുസ്ലിം പത്രപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് എതിരെ ഇത് വരാം. അപ്പോൾ അതിനൊക്കെ വലിയൊരു മാറ്റമാണ് റിസൾട്ട്. അപ്പോൾ അത്തരം ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നിലനിർത്താൻ ബാധ്യസ്ഥരാണ്. ജനാധിപത്യത്തിൽ ആ കാഴ്ചപ്പാട് പ്രധാനപ്പെട്ടതാണ്. കാര്യം ആ ഒരു ആശ്വാസം നമ്മുടെ എല്ലാവരുടെയും ആശ്വാസമാണ്. ആ ആശ്വാസം വല്ല പ്രസക്തി ആ ആശ്വാസം നമുക്കുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ പല സുഹൃത്തുക്കൾക്ക് അത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഒരു സാധാരണ ഒരു മുസ്ലിം ആയിട്ടൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിലെ ഒരു ജീവിതത്തിൽ തീർച്ചയായിട്ടും ആശ്വാസകരമായി കിട്ടുന്നുണ്ട്. കാരണം മുഹമ്മദ് അഖലാഖിന് ഇനി പോലും അതുപോലെ കൊല്ലപ്പെടില്ല. വീട്ടിൽ വെച്ചതിൻ്റെ പേരിലോ ബീഫ് കഴിച്ചു ആരോപിക്കപ്പെട്ടതിൻ്റെ പേരിലോ കന്നുകാലി കൊണ്ട പേരിലോ അത്ര അങ്ങനെ ആക്രമിക്കാനുള്ള സാധ്യത എളുപ്പമല്ല. കാര്യം പഴയ പോലെ അങ്ങനത്തെ കൗജിലാൻ്റെ ഗ്രൂപ്പുകൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എന്തായാലും അത് വലിയ കാര്യമല്ലേ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് അത്ര ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അതാണ് ആത്മനിർഭരത. ജനാധിപത്യ ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ അതാണ്.